ഈ ഒരു മൂവിയുടെ തുടക്കത്തിലെ ജപ്പാനിലെ സിൻജോ എന്ന് പറഞ്ഞൊരു നഗരം, അവിടെ രാത്രി സമയത്ത് ഒരു ഗോഡൌണിനകത്ത് തന്റെ വാള് മൂർച്ച കൂട്ടുന്ന ഒരു ഹിറ്റ്മാൻ, ഒരു വാടക കൊലയാളി ആ നഗരത്തിൽ നടക്കുന്ന വാർത്തകളെല്ലാം കേട്ടിട്ട് അത് കഴിഞ്ഞ് തന്റെ ഒരു കാറുണ്ട്, ആ ഒരു കാറും എടുത്ത് ഈ ആയുധം അതേപോലെ തന്നെ ഡ്രസ്സെല്ലാം മാറ്റി അവിടെ നിന്ന് മറ്റൊരിടത്തേക്ക് പോകുന്നു. അതേസമയം തന്നെ കാണിക്കുമ്പോൾ മറ്റൊരിടത്ത് ഒരു മാഫിയ തലവനെയാണ് കാണിക്കുന്നത്. അയാളുടെ മുന്നിലായിട്ട് ഒരുപാട് വർഷമായിട്ട് അയാൾക്ക് വേണ്ടി ജോലി ചെയ്ത ഒരാൾ വന്നിട്ട്, സാർ ഞങ്ങളിപ്പോൾ വേറൊരു സംഘത്തിലേക്ക് പോകാനായിട്ട് നിൽക്കുമായിരുന്നു സാർ, ഇനി മുതലേ നിങ്ങൾ പറയുന്നതൊന്നും കേൾക്കരുതെന്നാണ് അവർ ഞങ്ങളോട് പറഞ്ഞത് എന്നുള്ള രീതിയിൽ ഈ ഒരു മാഫിയ തലവനോട് അവിടെ നിൽക്കുന്ന ആൾ എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ട്. പേടിച്ച് പേടിച്ചാണ് പറയുന്നത്. അത് കേൾക്കുമ്പോൾ ആ ഒരു മാഫിയ തലവൻ ഇയാളോട് പറയും, ശരി അടുത്തേക്ക് വാന്നും പറഞ്ഞിട്ട് ആ ഒരാളെ അടുത്തേക്ക് ഇങ്ങനെ വിളിക്കുകയാണ്. അപ്പോൾ ഇയാളായാലും പതിയെ മുട്ടിലിഴഞ്ഞ് ആ ഒരു മാഫിയ തലവന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അയാളാണെങ്കിൽ ഒരു കത്തിയെടുത്ത് ഇയാളുടെ വായിലേക്ക് വെച്ചിട്ട്, നിന്നോട് ഈ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞ അയാൾക്ക് എൻ്റെ അടുത്തേക്ക് തന്നെ നിന്നെ പറഞ്ഞു വിടാനായിട്ട് എത്ര ധൈര്യമുണ്ട് എന്നും പറഞ്ഞ് പെട്ടെന്ന് ആ ഒരു കത്തി വെച്ച അയാളുടെ വായുണ്ടല്ലോ അതിന്റെ ഒരു ഭാഗം കീറി അങ്ങെടുക്കും. അയാളായാലും രക്തം പോയിട്ട് അവിടെ കിടന്ന് കരയുന്ന സമയത്ത് ഇവിടേക്ക് കോഫി കൊണ്ടുവരുന്ന ഒരു ലേഡി, അവൾ നടന്നു വരുന്ന സമയത്താണ് പെട്ടെന്ന് ഈ ഒരു കോഫിയിലേക്ക് രക്തം വന്ന് വീഴുന്നു. എന്താണെന്ന് കാണിക്കുമ്പോൾ മുകളിൽ നിന്നാണ് ആ ഒരു രക്തം വീഴുന്നത്. അതുമല്ല മുകളിലുള്ള ആരോ കൊല്ലുന്നുണ്ട്. അങ്ങനെ കാണിക്കുമ്പോഴത്തേക്കാണ് മുകളിലെ നേരത്തെ കണ്ട ആ ഒരു ഹിറ്റ്മാൻ ഉണ്ടല്ലോ, അവനാണ് ഇവിടേക്ക് വന്നിട്ട് എല്ലാവരെയും കൊല്ലുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ മൂവിയിലെ ഹീറോ ആയിട്ടുള്ള സക്കാറ്റ സൂഷി. അവനും ഈ ഒരു മാഫിയ സംഘങ്ങൾ പറഞ്ഞിട്ടാണ് മറ്റുള്ള മാഫിയ സംഘങ്ങളെ പോയി കൊല്ലുന്നത്. അതുപോലെ തന്നെയാണ് ഇപ്പോഴും കീമെൻ ഗുമി എന്ന് പറഞ്ഞിട്ട് ഒരു മാഫിയ സംഘമാണ് സക്കാറ്റയെ ഇവരെ കൊല്ലാൻ വേണ്ടി ഇവിടേക്ക് പറഞ്ഞു വിട്ടിട്ടുള്ളത്. അപ്പൊ ഇവിടെയുള്ള ആ ഒരു മുട്ടത്തലേന്റെ ആളുകളെ പറഞ്ഞു വിട്ടിട്ടും നമ്മുടെ സക്കാറ്റയെ അവർക്ക് ഒന്നും ചെയ്യാനായിട്ട് കഴിയുന്നില്ല. കാരണം തന്റെ കയ്യിലുള്ള അത്രയും വലിയൊരു വാളുണ്ട്, അത് വെച്ചിട്ടാണ് എല്ലാവരെയും കൊല്ലുന്നത്. അത്രയും ട്രെയിനിങ് നേടിയ ഒരു ഹിറ്റ്മാൻ ആണ്. അതുകൊണ്ട് അവനെ പെട്ടെന്ന് ആർക്കും കൊല്ലാൻ കഴിയത്തില്ല. അവനെ ഈ ഒരു നഗരത്തിലെ ഡീമൻ എന്നാണ് എല്ലാവരും വിളിക്കുന്നത് തന്നെ. അങ്ങനെ സക്കാറ്റയായാലും ഓരോരുത്തരെ കൊല്ലുന്നു. അതുമല്ല സക്കാറ്റ ഇപ്പൊ ഇവരെ കൊല്ലാനായിട്ട് മറ്റൊരു കാരണം കൂടിയുണ്ട്. സക്കാറ്റയ്ക്ക് ഒരു സാധാരണ ജീവിതം, ഈ ഒരു ജോലിയെല്ലാം വിട്ട് ഒരു സാധാരണ ജീവിതം തന്റെ ഫാമിലിയോടൊപ്പം ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോഴേക്കാണ് കീമൻ ഗുമി എന്ന് പറഞ്ഞ ആ ഒരു മാഫിയ സംഘം സക്കാറ്റയോട് പറയുന്നത്, ഇതാണ് നിന്റെ അവസാനത്തെ ജോലി, ഈ ഒരു കാര്യം കൂടി ചെയ്തു കഴിഞ്ഞാൽ നിനക്ക് നിന്റെ ഫാമിലിയായിട്ട് സന്തോഷമായിട്ട് ജീവിക്കാം, പിന്നെ ഞങ്ങൾ ആരും നിന്നെ ശല്യപ്പെടുത്തത്തില്ല എന്ന് പറയുന്നത് കൊണ്ട് മാത്രമാണ് സക്കാറ്റ അവസാനമായിട്ടും ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് ഇവിടേക്ക് വന്നിട്ടുള്ളത്. അങ്ങനെ എല്ലാവരെയും കൊന്നു അവസാനം ആ ഒരു നേതാവിന്റെ അടുത്തേക്ക് എത്താനായിട്ട് വരുമ്പോൾ നേതാവിന്റെ ഒരു സഹായിയുണ്ട്. അവൻ വന്ന് സക്കാറ്റയെ നല്ലതുപോലെ അടിക്കുന്നു. അവനോടൊപ്പം പെട്ടെന്ന് പിടിച്ചു നിൽക്കാനായിട്ട് സക്കാറ്റയെ കൊണ്ട് കഴിയുന്നില്ല. അങ്ങനെ ഫൈറ്റ് ചെയ്ത് അവസാനം സക്കാറ്റ അവന്റെ ഒരു കൈ അങ്ങ് വെട്ടിയെടുക്കും. എന്നിട്ട് പതിയെ ഈ ഒരു നേതാവിന്റെ റൂമിലേക്ക് ചെല്ലുമ്പോൾ നേതാവ് ഇവിടെ തോക്കെല്ലാം വെച്ച് റെഡി ആയിട്ട് നിൽക്കാണ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി. അതേസമയം നേതാവിന്റെ അടുത്ത് നിൽക്കുന്ന ഒരുത്തൻ വെളിയിലേക്ക് വരുന്നതും പെട്ടെന്ന് വെളിയിൽ എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നു, ആരോ നടന്നു വരുന്നത് പോലെ. നേതാവായാലും പേടിച്ച് ഒരാളകത്തേക്ക് കയറി വരുന്നതും പെട്ടെന്ന് 2-3 തവണ ഷൂട്ട് ചെയ്ത് ബുള്ളറ്റ് അങ്ങ് തീർക്കും. അപ്പോഴേക്കാണ് സക്കാറ്റ ആ ഒരു സഹായിയെ പിടിച്ച് മുന്നിൽ നിർത്തിയിട്ട് അവനെ എടുത്ത് കളഞ്ഞ് നേരെ ഈ ഒരു നേതാവിന്റെ അടുത്തേക്ക് വന്ന് അയാളുടെ കാലിലൊരൊറ്റ വെട്ട്. ഇയാളായാലും വേണ്ട എന്നെല്ലാം പറഞ്ഞ് പതിയെ വെളിയിലേക്ക് പോകുന്നതും സക്കാറ്റ പുറകെ വന്ന് ആ ഒരാളെ അവിടെ വെച്ച് കൊല്ലുന്നു. അതോടെ സക്കാറ്റയുടെ ജോലി കഴിഞ്ഞു. ആ ഒരു സമയത്താണ് പെട്ടെന്ന് പുറകിലൂടെ ഒരാൾ എഴുന്നേറ്റ് അവനെ ഷൂട്ട് ചെയ്യാനായിട്ട് വരുമ്പോൾ മറ്റൊരാള് അവനെ ഷൂട്ട് ചെയ്യുന്നു. ഇത് വേറെ ആരുമല്ല, സക്കാറ്റയുടെ സുഹൃത്തും അതേപോലെ തന്നെ യാക്കൂസ എന്ന് പറഞ്ഞൊരു മാഫിയയ്ക്ക് വേണ്ടിയും കൂടി ജോലി ചെയ്യുന്ന ഒരു പോലീസുകാരനും കൂടിയാണ്. അവന്റെ പേര് അക്കീര. അങ്ങനെ ഈ ഒരു ജോലിയെല്ലാം കഴിഞ്ഞ് ഒരിടത്ത് കണ്ടുമുട്ടുമ്പോൾ അക്കീര സക്കാറ്റിനോട് പറയുന്നുണ്ട്, നീ ഒരിക്കലും ഈ ഒരു ജോലി വിട്ട് പോകാൻ പാടില്ല, കാരണം നിന്നോടൊപ്പം ജോലി ചെയ്യുന്നത് എനിക്ക് അത്ര ഇഷ്ടമായിരുന്നു. അതുപോലെ നിനക്കൊരു കുടുംബം ഉണ്ടാവുന്നതിന് മുന്നേ തന്നെ നിന്നെ ഞാൻ തടയേണ്ടതായിരുന്നു എന്നല്ല അക്കീര ഇങ്ങനെ പറയുമ്പോൾ സക്കാറ്റ ആയാലും അവന് വന്ന് കൈ കൊടുത്തിട്ട് ഇന്നത്തോടെ അവൻ ഈ ജോലിയിൽ നിന്നും വിരമിച്ച് തന്റെ ഫാമിലിയോടൊപ്പം ജീവിക്കാൻ പോവാണ്. അങ്ങനെ സക്കാറ്റ ആയാലും അവിടെ നേരെ തന്റെ വീട്ടിലേക്ക് പോകുന്നതും ഇവിടെ അക്കീര ഉണ്ടല്ലോ, ഇവിടെ ഇവര് രണ്ടുപേരും സംസാരിക്കുന്ന ആ ഒരു കാര്യം ആരോ ഒരാള് കുറച്ച് ദൂരെ നിന്നിങ്ങനെ നോക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മുടെ സക്കാറ്റ അവന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ തന്റെ ഭാര്യയും റിയോ എന്ന് പറഞ്ഞൊരു ചെറിയ പെൺകുട്ടിയാണ് അവനുള്ളത്. അകത്തേക്ക് ചെല്ലുമ്പോൾ തന്നെ റിയോ ഓടി വന്ന് അവളുടെ അച്ഛനെ പിടിക്കുന്നു. അപ്പോൾ നല്ലതുപോലെ നനഞ്ഞിട്ടുണ്ട്. അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ റിയോ ഓടി വന്നിട്ട് സക്കാറ്റയെ ഇങ്ങനെ കെട്ടിപ്പിടിക്കും അച്ഛാന്ന് പറഞ്ഞ്. അതുപോലെ വെളിയിൽ നല്ല മഴ ആയതുകൊണ്ട് നല്ലതുപോലെ നനഞ്ഞിട്ടുണ്ട്. അപ്പോൾ സക്കാറ്റയുടെ ഭാര്യയാണെങ്കിൽ അകത്തേക്ക് വന്നിട്ട്, ഏയ് നല്ലതുപോലെ നനഞ്ഞിട്ടുണ്ട്, അച്ഛൻ പോയി കുളിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് സക്കാറ്റയെ നേരെ ബാത്റൂമിലേക്ക് പറഞ്ഞു വിടാണ്. എന്നിട്ട് ഇവര് രണ്ടുപേരും ഹാളിലിരിക്കും. അപ്പോൾ സക്കാറ്റ ആയാലും അകത്തേക്ക് ചെന്ന് നല്ലതുപോലെ കുളിച്ച് ഒരുപാട് രക്തം ഇങ്ങനെ ദേഹത്ത് നിന്ന് കഴുകി കളയുന്നുണ്ട്. അതുപോലെ അവന്റെ ദേഹത്തുള്ള ആ ഒരു വെട്ടുകൾ കാണുമ്പോൾ തന്നെ അറിയാം അവൻ എത്രത്തോളം വരെ കൊന്നിട്ടുണ്ടെന്ന്. അങ്ങനെ കുളിച്ചു കഴിഞ്ഞ് നേരെ വന്ന് അവന്റെ ഭാര്യ ഉപയോഗിക്കുന്ന ആ ഒരു ഡ്രസ്സെല്ലാം എടുത്തിട്ടിട്ട് പതിയെ ആ ഒരു റൂമിൽ നിൽക്കുമ്പോഴത്തേക്കാണ് വെളിയിൽ റിയോ കരയുന്ന ശബ്ദം കേൾക്കുന്നു. എന്താണെന്നറിയാൻ വേണ്ടി ഓടി അവിടേക്ക് വരുമ്പോൾ മുഖം മൂടി ധരിച്ച ഒരുത്തൻ അവിടെ ഇങ്ങനെ നിൽക്കാണ്. എന്നിട്ട് അവൻ അടുത്ത മുറിയിലേക്ക് കയറി പോകുമ്പോൾ സക്കാറ്റ പുറകെ ചെന്ന് നോക്കുമ്പോഴത്തേക്കാണ് അവിടെ ഒരുപാട് പേരുണ്ട്. അവരെല്ലാവരും ഇതുപോലെ മുഖംമൂടി ധരിച്ചേക്കാണ്. അപ്പൊ ഇവരാണ് കീമൻ ഗുമി എന്ന് പറഞ്ഞിട്ട്
സക്കാറ്റയ്ക്ക് അവസാനമായിട്ട് ഈ ഒരു ജോലി കൊടുത്തല്ലോ ആ ഒരു മാഫിയ സംഘം. ഇപ്പൊ ഇവരിവിടെ വരാൻ കാരണം എന്താണെന്ന് വെച്ചാല് സക്കാറ്റ ഇനി എന്തായാലും ജോലിയിൽ നിന്ന് വിരമിച്ചു. അതുകൊണ്ട് തന്നെ സക്കാറ്റയെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഇവർ വന്നിരിക്കുന്നത്. കാരണം ഇനി ഈ ഒരു നഗരത്തിലെ ബിസിനസ്സും കാര്യങ്ങളെല്ലാം നോക്കാൻ പോകുന്നത് ഈ ഒരു സംഘമായിരിക്കും. അതിനെതിരായിട്ട് ഇനി ആരും വരരുത്. അതിനു വേണ്ടിയിട്ടാണ് സക്കാറ്റയെ കൊല്ലാൻ വേണ്ടി ഇവർ വന്നിരിക്കുന്നത്. അതുമല്ല, സക്കാറ്റയുടെ മകളുടെ അടുത്തേക്ക് ഒരുത്തം വന്ന് അപ്പോഴേക്ക് റിയോ ആണെങ്കിലോ ഓടി അവളുടെ അച്ഛൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അതിലൊരുത്തൻ അവളെ പിടിച്ചു വയ്ക്കും. സക്കാറ്റ ഇത് കണ്ട് ദേഷ്യപ്പെട്ടിട്ട് ഓടി വന്ന് അവനെ പിടിച്ച് താഴെക്കിട്ട് 2-3 തവണ ഇടിക്കും. അപ്പോഴേക്കാണ് അതിലെ ആ ഒരു നേതാവ് അവന്റെ ഭാര്യയുടെ അടുത്ത് ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോഴേക്ക് സക്കാറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ആ ഒരു സമയം ഈ ഒരു മുഖംമൂടി ധരിച്ച അവനുണ്ടല്ലോ, അവൻ സക്കാറ്റയെ നല്ലതുപോലെ ഇടിക്കും. അപ്പോൾ റിയോ ആണെങ്കിൽ ഓടി വന്നിട്ട് എന്റെ അച്ഛനെ ഒന്നും ചെയ്തതെന്ന് പറയുന്നതും സക്കാറ്റയുടെ ഭാര്യ പെട്ടെന്ന് റിയോയെ പിടിച്ച് ഒരിടത്തേക്ക് കൊണ്ടിരുത്തിയിട്ട് പ്ലീസ് ഞങ്ങളെ ഒന്നും ചെയ്യരുത് പ്ലീസ് എന്നെല്ലാം ഇങ്ങനെ പറയുമ്പോൾ ആ ഒരു ചെന്നായിയുടെ മുഖംമൂടി ധരിച്ച അവനുണ്ടല്ലോ, അവൻ പെട്ടെന്ന് സക്കാറ്റയുടെ ഭാര്യയുടെ തലയിലേക്ക് ഷൂട്ട് ചെയ്ത് അവരെ അവിടെ വെച്ച് കൊല്ലുകയാണ്. ഇത് കണ്ട സക്കാറ്റയ്ക്കാണെങ്കിലും സഹിക്കാൻ കഴിയുന്നില്ല, എന്ത് ചെയ്യണമെന്നറിയത്തില്ല. അങ്ങനെ കിടക്കുമ്പോഴത്തേക്കും റിയോ ആണെങ്കിലോ അവളുടെ അമ്മയെ ഇങ്ങനെ വിളിക്കുന്നുണ്ട്. അമ്മ എഴുന്നേൽക്ക് എഴുന്നേൽക്ക് എന്നെല്ലാം പറഞ്ഞ അവൾ നല്ലതുപോലെ കരയുന്നുണ്ട്. അതേ സമയം ചുവന്ന മുഖംമൂടി ധരിച്ച ഒരുത്തൻ റിയോയുടെ അടുത്തേക്ക് വന്ന് തലയിലേക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ സക്കാറ്റ പറയും പ്ലീസ് ട്രിഗർ വലിക്കരുത്, അവളെ ഇന്ന് ചെയ്യരുതെന്ന് പറയുന്നതും റിയോ പെട്ടെന്ന് ഡാഡിന്ന് ഇങ്ങനെ വിളിക്കും. അപ്പോ സക്കാറ്റ റിയോ ഇവിടുന്ന് ഓട് എന്നിങ്ങനെ പറയുമ്പോൾ റിയോ പെട്ടെന്ന് ആ റൂമിന്റെ വെളിയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ ആ ഒരു ചുവന്ന മുഖംമൂടി ഉണ്ടല്ലോ, അവൻ റിയോനെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു. അങ്ങനെ എല്ലാം അവസാനിപ്പിച്ച് സമാധാനമായിട്ട് ഒരു ജീവിതം ജീവിക്കാൻ വന്ന സക്കാറ്റയുടെ കുടുംബത്തെ ഇവര് കൊന്നു. പക്ഷെ സക്കാറ്റയ്ക്ക് ഇപ്പോഴും അറിയത്തില്ല ഇവരെല്ലാവരും ആരാണെന്ന്. കാരണം ഇവരെല്ലാവരും എപ്പോഴും ഈ ഒരു മുഖംമൂടി ധരിച്ചിരിക്കും. അപ്പോൾ സക്കാറ്റ പറയുന്നുണ്ട് നിങ്ങളെ എല്ലാവരും ഞാൻ തേടി പിടിച്ചു വന്ന് കൊല്ലും എന്ന് പറയുന്നതും ആ ഒരു നേതാവ് പറയും ശരി, അതിനുവേണ്ടി ഞങ്ങൾ കാത്തിരിക്കാന്ന് പറഞ്ഞ് നമ്മുടെ സക്കാറ്റയും അവിടെ വെച്ച് ഷൂട്ട് ചെയ്തതിന് ശേഷം അവരെല്ലാവരും അവിടെ നിന്ന് പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞ് 12 വർഷങ്ങൾക്ക് ശേഷം ഷിൻജോ നഗരത്തിൽ കാണിക്കുമ്പോൾ എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞു. ഇപ്പൊ ആ ഒരു മാഫിയ ടീമാണ് ഷിൻജോ നഗരം തന്നെ ഭരിക്കുന്നത്. അതേസമയം ഒരു ഹോസ്പിറ്റലിൽ നിന്നും ഒരാളെ വീൽ ചെയറിൽ കൊണ്ടുവരുന്നുണ്ട്. അത് വേറെ ആരുമല്ല, അക്കീര എന്ന് പറഞ്ഞ ഒരു പോലീസുകാരൻ. വീൽ ചെയറിൽ കൊണ്ടുവരുന്ന ആള് സക്കാറ്റ് എന്ന് പറഞ്ഞ നമ്മുടെ ഹീറോ. കാരണം അന്ന് നമ്മുടെ ഹീറോ മരിച്ചിട്ടില്ലായിരുന്നു, അവൻ കോമ സ്റ്റേജിൽ ഈ ഒരു ഹോസ്പിറ്റലിൽ കിടക്കുമായിരുന്നു. ഇപ്പൊ 12 വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും അവന്റെ കൈവിരലുകള് അനങ്ങാൻ തുടങ്ങിയെന്നുള്ള രീതിയിൽ അക്കീര അവനെ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. ഇപ്പൊ അക്കീര തന്നെ അവനെ കൊണ്ടുവരാൻ കാരണം അന്ന് സക്കാറ്റയെയും അവന്റെ കുടുംബത്തെയും ഒറ്റിക്കൊടുത്തത് അക്കീരയായിരുന്നു. പക്ഷെ അക്കീര ഒരിക്കലും വിചാരിച്ചിരുന്നില്ല അവന്റെ കുടുംബത്തെ അവർ കൊല്ലുമെന്ന്. ആ ഒരു കുറ്റബോധം തന്റെ മനസ്സിലുള്ളത് കൊണ്ടാണ് സക്കാറ്റയെ ഇപ്പോൾ സഹായിക്കാനായിട്ട് അക്കീര അവിടെ നിന്ന് കൊണ്ടുവന്നത്. അതുപോലെ ഈ ഒരു കാർ ഡ്രൈവർ ഉണ്ടല്ലോ, പുള്ളിക്കാരൻ ഹിന്ദിക്കാരനാണ്. ഈ ഒരു മൂവിയിൽ തന്നെ അയാൾ ഒരുപാട് ഹിന്ദിയെല്ലാം സംസാരിക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഷിൻജോ നഗരത്തിലെ ഒരു മേയറിനെ കാണിക്കുന്നുണ്ട്. അയാൾ ഇപ്പോൾ മേയറായിട്ട് പദവി എടുത്ത് ഈ ആളുകളുടെ മുന്നിൽ വെച്ചിട്ട് അയാളെ ഇന്റർവ്യൂ ചെയ്യാണ്. അപ്പൊ ഇവന്റെ മുടി കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാം ഇത് ആരാണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും പറഞ്ഞേക്ക്. അപ്പൊ ഈ ഒരു മേയർ ആയാലും താൻ ഇനി ഈ ഒരു നഗരത്തിന് വേണ്ടി ചെയ്യാൻ പോകുന്ന കാര്യങ്ങളുണ്ടല്ലോ അതെന്തൊക്കെയാണെന്ന് ഇവർക്ക് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാണ്. അതുമല്ല ഷിൻജോ നഗരത്തിൽ ഇപ്പോൾ പഴയതുപോലെ ആക്രമണങ്ങള്, മാഫിയാസ് ഇങ്ങനെ ഒന്നും നടക്കുന്നില്ല. അതിനെല്ലാം കാരണം ഞാനും എന്റെ ടീമുമാണ്. അതുമല്ല ഇവിടേക്ക് ആ ഒരു മാള് വന്നു കഴിഞ്ഞാല് അതിനകത്ത് തിയേറ്റർ, പാർക്കിംഗ് സംവിധാനം, ഷോപ്പുകള്, ഇങ്ങനെ പല രീതിയിലുള്ള ഫെസിലിറ്റീസ് ഉള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ഉണ്ടാവും എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവരോട് പറയുന്നുണ്ട്. ആ ഒരു സമയത്താണ് ഒരു റിപ്പോർട്ടർ എഴുന്നേറ്റ് ഇവിടെ നടക്കുന്ന അഴിമതികളെ കുറിച്ച് അയാൾ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങും. ഇയാൾ തന്നെ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിച്ചതെന്ന് തോന്നും. ആ ഒരു കാര്യങ്ങളെപ്പറ്റി ഈ ഒരു മേയറിനോട് ഇയാൾ ചോദിക്കാൻ തുടങ്ങുന്നതും മേയർ പറയും ഒരു തെളിവുമില്ലാതെ അനാവശ്യമായിട്ട് ഒരു കാര്യങ്ങളും ഒരു വേദിയിലും ഒന്ന് സംസാരിക്കരുത്, അങ്ങനെയാണെങ്കിൽ അതിന്റെ അനന്തര ഫലങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല എന്നെല്ലാം ഭീഷണിയുടെ സ്വരത്തിൽ ഇങ്ങനെ പറയുമ്പോൾ അയാൾക്കത് മനസ്സിലായ ഒരു റിപ്പോർട്ടറിന് അതുകൊണ്ട് തന്നെ കൂടുതൽ ചോദ്യങ്ങൾ അയാളെ ചോദിക്കാനായിട്ട് സമ്മതിക്കില്ല. അതേസമയം ഇവിടെ സക്കാറ്റയെ കാണിക്കുമ്പോൾ അവനെ ഇപ്പോൾ ഒരു പഴയ തെരുവിലേക്ക് കൊണ്ടുവരികയാണ്. ഈ ഒരു തെരുവിന്റെ ഈ ഒരു സീൻ കാണുമ്പോഴത്തേക്കാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ രാജ്യത്ത് മാത്രമല്ല എല്ലാ രാജ്യങ്ങളിലും പാവപ്പെട്ട ആളുകളും ഉണ്ട്, മോശമായിട്ടുള്ള സ്ഥലങ്ങളും ഉണ്ട് എന്നുള്ള കാര്യം. അപ്പൊ അതുപോലുള്ള ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവന്നിട്ട് അവിടെ ഒരു പഴയ വീടുണ്ട്, അതിനകത്തേക്ക് സക്കാറ്റയെ കൊണ്ടുവന്ന് നമ്മുടെ ഇന്ത്യക്കാരനുണ്ടല്ലോ അവനോട് പറയും ഞാൻ ഇനി സുരക്ഷിതമായിട്ടുള്ള മറ്റൊരു സ്ഥലം കണ്ടുപിടിക്കുന്നത് വരെ ഇവൻ ഇവിടെ നീ നോക്കണം എന്നും പറഞ്ഞ് അക്കീര എന്ന് പറഞ്ഞ ഒരു പോലീസുകാരൻ അവിടെ നിന്ന് പോകുമ്പോൾ ഈ ഒരു ഇന്ത്യക്കാരൻ നോക്കുമ്പോഴത്തേക്കും സക്കാറ്റയുടെ കൈ ചെറിയ രീതിയിൽ അനങ്ങുന്നുണ്ട്. അങ്ങനെ ആ ഒരു ഇന്ത്യക്കാരനാണ് പിന്നീട് സക്കാറ്റയെ നല്ലതുപോലെ നോക്കുന്നത്, അവനെ കുളിപ്പിക്കുന്നത്, അവൻ ആഹാരം കൊടുക്കുന്നത്, അവന്റെ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യക്കാരനാണ്. അങ്ങനെ ഒരു ദിവസം വെളിയിൽ പോയിട്ട് ഇവൻ സക്കാറ്റയെ വീൽ ചെയറിൽ നിന്ന് മുകളിലേക്ക് എടുത്തോണ്ട് പോകാനായിട്ട് വരുമ്പോൾ പെട്ടെന്ന് ഒരുത്തൻ പുറകിലൂടെ വന്ന് സക്കാറ്റയുടെ കയ്യിലേക്ക് ഒരു ഒറ്റ കുത്ത്. അത് കഴിഞ്ഞ് സക്കാറ്റയെ ചവിട്ടിയിടുമ്പോൾ ആ ഒരു ഇന്ത്യക്കാരൻ ചോദിക്കുന്നുണ്ട് നീ ആരാണെന്ന് ചോദിക്കുമ്പോൾ അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് സ്റ്റാർട്ടിംഗ് സീനിൽ ഒരു മാഫിയ സംഘത്തെ കൊല്ലാനായിട്ട് പോയപ്പോൾ അതിൽ ആ ഒരു നേതാവിന്റെ കൂടെയുള്ളൊരുത്തന്റെ കൈ സക്കാറ്റ വെട്ടിയല്ലോ, അവനാണിപ്പോ പ്രതികാരം ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഇത് കാണുമ്പോൾ ആ ഒരു ഇന്ത്യക്കാരൻ പറയുന്നുണ്ട് നിങ്ങൾ എന്ത് ചെയ്തിട്ട് കാര്യമില്ല, അയാൾക്ക് അത് അനുഭവിക്കാനോ ഫീൽ ചെയ്യാനോ ഒന്നും കഴിയത്തില്ല,
എന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും ആ ഒരു കൈയില്ലാത്തവൻ ഇന്ത്യക്കാരനെ അവിടെ നിന്ന് ഓടിച്ചു വിട്ട് അത് കഴിഞ്ഞ് സക്കാറ്റയുടെ അടുത്തേക്ക് വന്ന് നീ കാരണമാണ് എനിക്ക് ഇങ്ങനെയെല്ലാം സംഭവിച്ചത് എന്ന് പറഞ്ഞ് ഒരുപാട് ചവിട്ടയെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ സക്കാറ്റയ്ക്ക് ഒന്ന് അനങ്ങാൻ പോലും കഴിയാത്തത് കൊണ്ട് ഇവൻ പറയുന്നത് പോലെ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അതേസമയം താഴെ ഒരു മുഖംമൂടി കിടപ്പുണ്ട്. ഈ ഒരു മുഖംമൂടി കാണുന്നതും തന്റെ ഫാമിലിയെ കൊന്ന അവരുടെ കാര്യമാണ് സക്കാറ്റയ്ക്ക് ഓർമ്മ വരുന്നത്. അപ്പോഴേക്കും മറ്റൊരിടത്ത് നേരത്തെ ഒരു റിപ്പോർട്ടറിനെ കാണിച്ചിരുന്നല്ലോ, ആ ഒരു റിപ്പോർട്ടറും അതേപോലെ തന്നെ സ്റ്റാർട്ടിംഗ് സീൽ ആ ഒരു മാഫിയ സംഘത്തിലുണ്ടായിരുന്ന ആ നേതാപുരത്തിന്റെ കവളിങ്ങനെ മുറിച്ചല്ലോ. അവൻ അറിയാവുന്ന കാര്യങ്ങളെല്ലാം ഈ ഒരു ഷാൻജോ നഗരത്തിൽ നടക്കുന്ന മനുഷ്യക്കടത്ത്, അതേപോലെ തന്നെ മയക്കുമരുന്ന് കച്ചവടം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളും ഈ ഒരു റിപ്പോർട്ടറിന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു. റിപ്പോർട്ടർ ആയാലും അതെല്ലാം വാങ്ങിയിട്ട് അതിനുള്ള പണവും അയാൾക്ക് കൊടുക്കുന്നുണ്ട്. അതുമല്ല അയാൾ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. 12 വർഷങ്ങൾക്ക് മുന്നേ ഒരു ഹിറ്റ്മാൻ ഒറ്റയ്ക്ക് വന്ന് ഞങ്ങളുടെ സംഘത്തെ ആക്രമിച്ചു. പക്ഷെ അവനെ പറഞ്ഞു വിട്ട ആ ഒരു മാഫിയ സംഘം തന്നെ അവനെ അവന്റെ ഫാമിലിയെ ഇല്ലാതാക്കി. അതിന് കാരണം അവര് ഈ മറ്റുള്ള മാഫിയ സംഘത്തെയെല്ലാം ഈ ഒരു ഹിറ്റ്മാനിലൂടെ അവർ നശിപ്പിച്ചതിന് ശേഷം ഈ ഒരു നഗരത്തെ അവർക്ക് കൺട്രോൾ എടുക്കണം. അതിനുവേണ്ടിയാണ് അവർ അങ്ങനെ ഒരു കാര്യം ചെയ്തത്. എന്നിട്ടാണ് അവരുടെ കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടി ഇപ്പോ പല കാര്യങ്ങളും ഷാൻജോ നഗരത്തിന് വേണ്ടി അവരിപ്പോ ചെയ്യുന്നത് എന്നുള്ള കാര്യവും അയാൾ പറയുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം പറയുന്ന അതേ സമയം ഇവരുടെ വാനിന്റെ മുന്നിലായിട്ട് ആ ചുവന്ന മുഖമൊഴി ധരിച്ച ഒരുത്തനുണ്ടല്ലോ, അവനിങ്ങനെ നടന്നു വരുന്നു. എന്നിട്ട് നേരെ ഈ ഒരു റിപ്പോർട്ടറിന്റെ കാറിന്റെ അടുത്തേക്ക് വന്ന് അതിന്റെ ഡോർ തുറക്കാൻ ശ്രമിക്കുമ്പോൾ അയാളെ ലോക്ക് ചെയ്തിട്ട് ഒരിടത്തേക്ക് മാറിയിരിക്കും. പെട്ടെന്ന് ആ ഒരു കാറിന്റെ ഗ്ലാസ് എല്ലാം ഇടിച്ച് പൊട്ടിച്ച് ആ ഒരു റിപ്പോർട്ടറിനെ വലിച്ച് പുറത്തേക്ക് എടുത്തിട്ട് ചുറ്റിക കൊണ്ട് അവന്റെ തലയിലേക്ക് 2-3 അടി. അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും അടുത്തൊരു മുഖംമൂടി ധരിച്ചവൻ വന്നിട്ട് ഈ ഒരു വാനിലുള്ള ഈ റിപ്പോർട്ടറിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തല്ലോ, അവനെ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുവരും. എന്നിട്ട് അവന്റെ തലയിൽ തൂക്കി വെക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, പ്ലീസ് എന്നെ ചെയ്യരുത്, എനിക്കൊരു കുടുംബമുള്ളതാണ്, അതുകൊണ്ട് എന്നെ വെറുതെ വിടണം, ഞാൻ ഈ ഒരു കാര്യം ഇനി വേറെ ആരോടും പറയത്തില്ല, ഇതെല്ലാം ഇവിടെ അവസാനിച്ചു എന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും അവനെ വെറുതെ വിടുന്നില്ല. ഇപ്പൊ അവനെ നേരെ ഈ ഒരു റിപ്പോർട്ടറിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ട് അവന്റെ കയ്യിലേക്ക് ഒരു തോക്ക് കൊടുത്ത് അത് അവന്റെ വായിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇപ്പൊ ഇവര് രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്ത് മരിച്ചു എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കാൻ വേണ്ടി അവന്റെ കയ്യിൽ തോക്ക് കൊടുക്കുമ്പോൾ അവനും വേറെ വഴിയില്ല, കാരണം രക്ഷപ്പെടാനും കഴിയത്തില്ല, ഇനി മരിച്ചേ പറ്റൂ. അതുകൊണ്ട് അവനും ആ ഒരു തോക്കിന്റെ ട്രിഗർ വലിക്കുന്നതും അവനും അവിടെ മരിച്ചു വീഴുന്നു. അതേസമയം അയാളുടെ ആ ഒരു ഫോണിലേക്ക് എന്തോ ഒരു മെസ്സേജ് വന്നിട്ട് ആ ഒരു കറുത്ത മുഖംമൂടിക്കാരനുണ്ടല്ലോ, അയാൾ ഫോണിലേക്ക് നോക്കി, ഹേയ് ഇത് വിശ്വസിക്കാൻ കഴിയുന്നില്ല, ഇത് സത്യമാണോ എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. വേറെ ഒന്നുമല്ല, സക്കാറ്റ മരിച്ചിട്ടില്ല എന്നുള്ള ആ ഒരു കാര്യം ഇവരെങ്ങനെയാ അറിഞ്ഞു? അത് കഴിഞ്ഞ് ഇവിടെ അക്കീരയെ കാണിക്കുമ്പോൾ അക്കീരയായാലും സക്കാറ്റയെ താൻ ഒറ്റിക്കൊടുത്ത ആ ഒരു കാര്യമുണ്ടല്ലോ, അതെല്ലാം ആലോചിച്ച് ഒരുപാട് ഇങ്ങനെ വിഷമിച്ച് നിൽക്കാണ്. എന്നിട്ട് അവനും എന്തോ ഒരു ഫോൺ കോൾ വരുന്നുണ്ട്. വേറെ ഒന്നുമല്ല, സക്കാറ്റയെ ആരോ ഒരാൾ വന്ന് ഇപ്പൊ കുത്തിയല്ലോ, ആ ഒരു കാര്യം അറിഞ്ഞു. അതേസമയം ഇവിടെ ഹോസ്പിറ്റലിൽ കാണിക്കുമ്പോൾ സക്കാറ്റയുടെ റൂമിന്റെ വെളിയിലായിട്ട് 2 പോലീസുകാർ നിൽപ്പുണ്ട്. അതേസമയം തന്നെ അവരുടെ ചീഫ് അവിടേക്ക് നടന്നു വരുന്നു. അപ്പൊ ആ ഒരു പോലീസുകാർ പറയും, ഇതേപോലെ വീടിനകത്ത് വെച്ച് ആരോ ഒരാൾ ഇയാളെ കുത്താൻ ശ്രമിച്ചു, അതുപോലെ ഈ ഒരാൾ ഇപ്പോൾ മെഡിക്കൽ ജയിലിൽ നിന്നും പുറത്തിറങ്ങിയതാണ്, അതുകൊണ്ടാണ് ചീഫ് ഞങ്ങളിവിടെ നിൽക്കുന്നത് എന്നെല്ലാം പറയുമ്പോൾ ആ ഒരു ചീഫ് പറയും, ഓക്കെ ശരി, ഓക്കെ നിങ്ങൾ എന്തായാലും വെളിയിൽ പോയിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് വാ, കുറെ നേരമായിട്ട് ഇവിടെ നിൽക്കല്ലേ, ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും പറഞ്ഞു വിട്ടിട്ട് ഈ ഒരു പോലീസുകാരൻ അകത്തേക്ക് കയറുന്നതും പെട്ടെന്ന് സക്കാറ്റയെ കണ്ടിട്ട്, ഹേയ് സക്കാറ്റ, നിന്നെ കണ്ടിട്ട് ഒരുപാട് നാളായി, ഇത്രയും കാലം എവിടെയായിരുന്നു, എന്നെ ഓർമ്മയുണ്ടോ എന്ന് പറഞ്ഞ് അടുത്തേക്ക് ചെന്ന് ഒരു മാസ്ക് എടുത്തിടുന്നതും ഇവിടെയാണ് ഒരു ടെസ്റ്റ്. ഈ ഒരു പോലീസുകാരനാണ് നേരത്തെ കണ്ട ആ ഒരു കറുത്ത മുഖംമൂടിക്കാരൻ. അവനും കീമൻ ഗുമി എന്ന് പറഞ്ഞിട്ട് ആ ഒരു മാഫിയ സംഘത്തിലെ ഒരാളാണ്. അപ്പൊ ഈ ഒരു മാഫിയ സംഘത്തിലെ പല ആളുകളും ഈ മുഖംമൂടിക്കാരുണ്ടല്ലോ, അവർ പല മേഖലയിലുള്ള ആൾക്കാരാണ്. എന്നിട്ട് ഒരു സിറിഞ്ചില് കുറച്ച് വിഷം ഇങ്ങനെ കയറ്റി അത് നേരെ ആ ഒരു ട്രിപ്പ് ഉണ്ടല്ലോ അതിലേക്ക് ഇങ്ങനെ കുത്തിവിടും. എന്നിട്ട് പറയും, സക്കാറ്റ നീ ജീവനോട് ഉണ്ടെന്ന് അറിഞ്ഞപ്പോ നിന്നെ കാണാൻ പെട്ടെന്ന് വന്നതാണ് ഞാൻ, നിനക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഇപ്പോൾ സിൻഡോ സിറ്റി ഒരുപാട് മാറിയിട്ടുണ്ട്, നീ ഇവിടെ ഉള്ളപ്പോ ഈ ഒരു നഗരം മരണത്തിന്റെ വക്കിലായിരുന്നു, പക്ഷെ നീ ഇല്ലാതായപ്പോ ഈ ഒരു സിറ്റിക്ക് വന്ന മാറ്റം അത് ഒരുപാട് വലുതാണ് എന്നെല്ലാം പറഞ്ഞ് സക്കാറ്റയെ കളിയാക്കിയിട്ട് പെട്ടെന്ന്, ഓ സോറി എനിക്ക് നിന്റെ ഫോട്ടോ എടുക്കണം, നീ മരിക്കുന്നതിന് മുന്നേ നിന്റെ ചിത്രം അതെന്തായാലും പകർത്തിയേ പറ്റൂ എന്നെല്ലാം പറഞ്ഞ് നേരെ ഫോൺ എടുത്ത് അതിലെ ക്യാമറ ഇങ്ങനെ ഓൺ ആക്കാണ്. എന്നിട്ട് എന്തൊക്കെയോ ഇവനെ കളിയാക്കി പറയുന്നുണ്ട്. പെട്ടെന്ന് ക്യാമറ എടുത്ത് പുറകിലേക്ക് കാണിക്കുമ്പോ നമ്മുടെ സക്കാറ്റ പതിയെ എഴുന്നേറ്റ് അവന്റെ പുറകെ വരുന്നു. അപ്പൊ ഇവനായാലും തിരിഞ്ഞു നോക്കുമ്പോ സക്കാറ്റ അങ്ങനെ നിന്നിട്ട് പെട്ടെന്ന് താഴേക്ക് വന്നങ്ങ് വീഴും. എന്നിട്ട് അവന്റെ കാലിൽ പിടിച്ച് പതിയെ മുകളിലേക്ക് കയറി അവരെ പിടിച്ചൊരു ഒറ്റയടി. അത് കഴിഞ്ഞ് അവന്റെ മുകളിലേക്ക് കയറി ഇരുന്നിട്ട് അവന്റെ കഴുത്ത് പിടിച്ചങ്ങനെ ഞെരിക്കാണ്. വേറെ ഒന്നുമല്ല, നമ്മുടെ സക്കാറ്റയ്ക്ക് പതിയെ അവന്റെ അസുഖം ഭേദമായിട്ട് വരികയാണ്. കാരണം ഈ ഒരു മുഖംമൂടി കണ്ടതിന് ശേഷം വീണ്ടും അവൻ പഴയ അവസ്ഥയിൽ വരാൻ തുടങ്ങുന്നു. അങ്ങനെ ഇവനെ പിടിച്ച് 2-3 അടി അടിക്കുമ്പോഴും ഈ ഒരു മുഖംമൂടിക്കാരനാണെങ്കിലും സക്കാറ്റയെ ചവിട്ടി ഒരു ഒറ്റയേറ്. എന്നിട്ട് അവനെ കൊല്ലാനായിട്ട് വരുന്ന സമയത്ത് വെളിയിൽ പോയ 2 പോലീസുകാർ അകത്തേക്ക് കയറി വരും. അപ്പോഴേക്കാൾ പറയും, ഹേയ് എന്നെ ചേർത്ത് ഇത് ഞാനാണെന്ന് പറഞ്ഞിട്ട്, ഓക്കെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, പെട്ടെന്നാണ് സക്കാറ്റ ഈ ഒരു രീതിയിൽ പ്രതികരിച്ചത് എന്ന് പറയുമ്പോൾ അതിലൊരു പോലീസുകാരൻ സക്കാറ്റയെ പിടിച്ച ആ ഒരു
ബെഡിലേക്ക് കിടത്തുന്ന സമയത്താണ് ഇവൻ വീണ്ടും ആ ഒരു മുഖംമൂടി ഇട്ടിട്ട് അവന്റെ കയ്യിലുള്ള തോക്ക് വലിച്ച് ഒരു തലേനെ എടുത്ത് അവന്റെ മുഖത്തേക്ക് വെച്ച് ആ പോലീസുകാരനെ ഷൂട്ട് ചെയ്തവൻ കൊല്ലും. അപ്പോൾ കൂടെയുള്ള ആ ഒരു പോലീസുകാരനും ഇവന്റെ ആളായിരുന്നു. എന്നിട്ട് ഈ ഒരു കേസ് വേറെ രീതിയിൽ മാറ്റിക്കൊണ്ട് പോകാനായിട്ട് ഇവർ രണ്ടുപേരും സംസാരിക്കുമ്പോൾ ഇതിന് വെളിയിൽ ഒരു ഡോക്ടർ വന്ന് ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ കൂടെയുള്ള ആ ഒരു പോലീസുകാരൻ പതിയെ ചെന്ന് ആ ഒരു ഡോക്ടറിനെ അകത്തേക്ക് വിളിച്ചു വരുത്തിയിട്ട് അയാളെ ഷൂട്ട് ചെയ്തങ്ങ് കൊല്ലാണ്. അങ്ങനെ രണ്ടുപേരും നിൽക്കുമ്പോൾ നമ്മുടെ ഹീറോ സക്കാറ്റ അവൻ പതിയെ എഴുന്നേറ്റ് വന്ന് വീണ്ടും ആ ഒരു മുഖംമൂടിയെ പിടിച്ച് അവനെ കൊല്ലാൻ ശ്രമിക്കുന്നതും ഈ ഒരു പോലീസുകാരനുണ്ടല്ലോ ഇവനും കൂടി വന്ന് ഇവർ 3 പേരും ആ ഒരു കട്ടിൽ കിടന്ന് ഫൈറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഉരുണ്ട് താഴേക്ക് വീണിട്ട് ആ ഒരു പോലീസുകാരന്റെ അടുത്തുള്ള കട്ടിലിനടുത്തേക്ക് ചേർത്ത് നിർത്തി സക്കാറ്റ ആ ഒരു മുഖംമൂടിക്കാരനെ വലിച്ച് കട്ടിലിനടിയിലേക്ക് കൊണ്ടുവന്നിട്ട് അവിടെയുള്ള ആ ഒരു ട്യൂബ് എടുത്തവന്റെ കഴുത്തിലേക്കിട്ട് അത് വെച്ചിങ്ങനെ ടൈറ്റ് ചെയ്യാണ്. അപ്പോഴേക്കും ആ ഒരു പോലീസുകാരൻ വീണ്ടും എഴുന്നേറ്റ് വരുന്നതും ഈ ഒരു കട്ടിലിലൂടെ തന്നെ ഒരു ഒറ്റ ചവിട്ട് കൂടെയുള്ള ആ ഒരു പോലീസുകാരൻ തെറിച്ച് താഴേക്ക് വീണ് അവൻ അവിടെ വെച്ച് തന്നെ മരിക്കും. അത് കഴിഞ്ഞ് ഈ ഒരു പോലീസുകാരന്റെ അടുത്തേക്ക് വന്ന് അവന്റെ കഴുത്തിലേക്ക് വീണ്ടും ആ ഒരു ട്യൂബ് ഇട്ട് അങ്ങനെ മുറുക്കിയിട്ട് വലിച്ച് അവനെ ആ ഒരു കട്ടിലേക്കിട്ട് ഒരു തുണി എടുത്ത് അവന്റെ കഴുത്തിലേക്ക് ഇട്ടിട്ട് സക്കാറ്റോ ഈ ഒരു കട്ടിലിന്റെ ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നിരുന്ന് അവന്റെ കഴുത്തിൽ പിടിച്ച് വലിച്ച് അവനെ അവിടെ വെച്ചങ്ങ് കൊല്ലാണ്. എന്നിട്ട് അവിടെ നിന്നും പതിയെ എഴുന്നേറ്റ് വെളിയിലേക്ക് വരുന്നു. അതേസമയം വെളിയിൽ ഒരു പോലീസുകാരൻ താഴെ വീണ് മരിച്ചിടപ്പുണ്ടല്ലോ അവന്റെ അടുത്തേക്ക് ആളുകളെല്ലാം വന്ന് അവനെ നോക്കുന്ന സമയത്ത് അക്കീര എന്ന് പറഞ്ഞ ആ ഒരു പോലീസുകാരൻ ഈ ഒരു കാര്യം അറിഞ്ഞ് ഇവിടേക്ക് വരും. നോക്കുമ്പോൾ സക്കാറ്റ അവിടെ നിന്നും നടന്നിങ്ങനെ വരുന്നു. എന്നിട്ട് അടുത്തുള്ളൊരു ബ്രെഡ് ഉണ്ട് അതും എടുത്ത് കടിച്ച് പെട്ടെന്ന് അവന്റെ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നിട്ട് ഇപ്പോ അവന്റെ ശരീരം കുറച്ചുകൂടി അവന്റെ കൺട്രോളിലായി. അങ്ങനെ സ്പീഡിന് നടന്നു വന്ന ആ ഒരു വാനിലേക്ക് കയറും. എന്നിട്ട് അവിടെ നിന്നും വാൻ എടുത്തോണ്ട് പോകുന്നതും ഇപ്പൊ കാണിക്കുമ്പോൾ ഈ വില്ലന്മാരുടെ ഗ്രൂപ്പിലെ ഓരോരുത്തരായിട്ട് ഈ വിവരം അറിയാണ്. ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാളെ സക്കാറ്റോ കൊന്നതും അവനിപ്പോ ജീവനോടെ പുറത്തുണ്ടെന്നും ഇപ്പൊ അവന്മാര് തന്നെ പല മേഖലയിലായിട്ടുണ്ടെന്നാണല്ലോ പറഞ്ഞത്. അതിലൊരുത്തനാണെങ്കിൽ ഈ സ്ത്രീകളെല്ലാം മനുഷ്യക്കടത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. അതേപോലെ തന്നെ ഒരിടത്ത് ഒരു ഫാക്ടറിയിലെ ഡ്രഗും മറ്റു കാര്യങ്ങളെല്ലാം അതിന്റെ വിൽപ്പനയും കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. അതേപോലെ സക്കാറ്റയുടെ ഭാര്യയെ ഷൂട്ട് ചെയ്ത് കൊന്ന ആ ഒരു കുറുക്കന്റെ മുഖംമൂടിയുള്ളവൻ ഈ മനുഷ്യക്കടത്ത് കൂട്ടത്തിലുള്ള ഒരു പെണ്ണിനെ കൊണ്ടുവന്ന് അവൻ അവളെ റൂമിലേക്ക് ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. അതേ സമയം ഇവരുടെ ആ ഒരു മെയിൻ ലീഡർ ഉണ്ടല്ലോ അയാളിപ്പോ ഒരു കാടിനുള്ളിലൂടെ നടന്ന് ഒരു വലിയ അമ്പലമുണ്ട് അതിനടുത്തേക്ക് നടന്നു ചെല്ലാണ്. എന്നിട്ട് ആ ഒരു മുഖംമൂടി ധരിച്ച് ആ അമ്പലത്തിനകത്തിരിക്കുമ്പോൾ ആ ഒരു ചുവന്ന മുഖംമൂടിക്കാരനുണ്ടല്ലോ അവൻ ഇപ്പൊ അകത്തേക്ക് വന്ന് അവന്റെ ലീഡറിനോട് പറയും ആ ഒരു ഡീമൻ വീണ്ടും തിരിച്ചെത്തി എന്ന് പറയുമ്പോൾ ആ ഒരു ലീഡർ ആണെങ്കിൽ ഇത് കേട്ട് നല്ലതുപോലെ ചിരിക്കുകയാണ്. എന്നിട്ട് അന്ന് സക്കാറ്റ പറഞ്ഞ ആ ഒരു കാര്യം നിങ്ങളെല്ലാവരെയും കൊല്ലാനായിട്ട് ഞാൻ തിരിച്ചു വരും എന്നുള്ള ആ ഒരു കാര്യം ആലോചിച്ച് അത് കഴിഞ്ഞ് അവരുടെ രീതിയിലുള്ള എന്തോ ചടങ്ങും ആചാരങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ ഒരു ചടങ്ങ് ചെയ്യുന്ന സമയത്ത് തന്നെ അക്കീര എന്ന് പറഞ്ഞ ആ ഒരു പോലീസുകാരനോടൊപ്പമാണ് സക്കാറ്റ ഉള്ളതെന്നുള്ള കാര്യം ഈ ഒരു വില്ലന്മാരറിഞ്ഞു. എന്നിട്ട് അക്കീരയ്ക്ക് ഒരു മെസ്സേജ് അയക്കാണ്. അക്കീര അവനെ കൊന്നിട്ട് അവന്റെ ശരീരം എന്റെ അടുത്തേക്ക് കൊണ്ടുവരാനായിട്ട്. അങ്ങനെ ഈ ഒരു മെസ്സേജ് കാണുന്നതും നമ്മുടെ സക്കാറ്റ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ആ ഒരു നഗരത്തെ നോക്കി നിൽക്കുമ്പോൾ അക്കീര പുറകിൽ നിന്നും ആ ഒരു തോക്കെടുത്ത് സക്കാറ്റയെ ഷൂട്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ വരുന്നു. പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് കാണിക്കുന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അക്കീര ആ ഒരു ഇന്ത്യൻ ഡ്രൈവറിനെയും കൊണ്ട് നേരെ ഒരു ഫാക്ടറിയിലേക്ക് വരികയാണ്. ഈ ഒരു ഫാക്ടറി വേറെ ഒന്നുമല്ല, നമ്മളിതിനു മുന്നേ ആ ഒരു സ്ത്രീകളെല്ലാം വെച്ചുകൊണ്ട് ഈ മയക്കുമരുന്നും മറ്റും പാക്ക് ചെയ്യുന്ന ഒരു ഫാക്ടറി കണ്ടിരുന്നല്ലോ. അതുപോലെ അവിടെയാണ് ആ ഒരു വെള്ള മുഖംമൂടി ധരിച്ച ആ ഒരു തടിയനുള്ളത്. അങ്ങനെ അവിടേക്ക് ഈ ഒരു വാൻ കൊണ്ടുവരുന്നതും അവിടെയുള്ള ജോലിക്കാർ പെട്ടെന്ന് ആ ഒരു വാനിന്റെ പുറകെ ചെല്ലുമ്പോൾ കാണിക്കുമ്പോൾ നമ്മുടെ സക്കാറ്റ അവനെ കൊന്ന് ഒരു ബാഗിലാക്കി അവന്റെ ശരീരം ഇവിടേക്ക് കൊണ്ടുവരാൻ പറഞ്ഞതുകൊണ്ട് സക്കാറ്റയുടെ ആ ഒരു ശരീരം ഇവരെ ഏൽപ്പിക്കുകയാണ്. എന്നിട്ട് ഇവർ ഈ ഒരു വാനും എടുത്ത് അവിടെ നിന്ന് പോകുന്നു. അപ്പൊ ആ ഒരു മുഖമുടിക്കാരന്റെ മുഖം ഇപ്പോഴാണ് നമുക്ക് കാണിച്ചിരുന്നത്. ദേ ഇവനാണ്. ഇവനായാലും ആ ഒരു കാര്യം CCTVയിലൂടെ കണ്ടിട്ട് ഓക്കെ അവന്റെ ശരീരം അകത്തേക്ക് കൊണ്ടുവരാൻ പറയുമ്പോൾ അവിടെയുള്ള ജോലിക്കാരനായാലും ആ ഒരു ബാഗ് ഇങ്ങനെ എടുത്തുകൊണ്ട് വന്നിട്ട് ആ വേസ്റ്റ് എല്ലാം ഇടുന്ന ഭാഗത്തേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കും. അപ്പൊ ഇതാണെങ്കിലോ ഈ ഒരു വേസ്റ്റിനോടൊപ്പം സക്കാറ്റയുടെ ശരീരം അങ്ങനെ പോകുന്നു. അതേസമയം അക്കീരയും നമ്മുടെ ഇന്ത്യക്കാരനും അവിടെ നിന്ന് വണ്ടി എടുത്ത് തിരിച്ചു വരികയാണ്. അപ്പോഴേക്കും അക്കീര പറയുന്നുണ്ട് ആർക്കും മനസ്സിലാവരുത് എന്നും പറഞ്ഞിട്ട് ഇവര് വെളിയിലേക്ക് വരുമ്പോൾ ഉള്ളിൽ കാണിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ സക്കാറ്റയെ കൊണ്ടുവന്ന ആ ഒരു ബാഗ് ഉണ്ടല്ലോ അതിന്റെ സിബ് പതിയെ തുറക്കുന്നത്. മോനെ ചെക്കൻ മരിച്ചിട്ടില്ല. അങ്ങനെ ആ ഒരു സിബ് മുഴുവനായിട്ട് തുറന്ന് അവിടെ നിന്ന് ചാടി എഴുന്നേറ്റ് വെളിയിലേക്ക് പോകുമ്പോൾ അവിടെയുള്ള ജോലിക്കാരി ഹേയ് ഇവൻ ആരാണെന്നും പറഞ്ഞ് പുറകെ വരുന്നതും പിന്നീട് പറയണ്ടല്ലോ ഒരുത്തന്റെ അടുത്ത് നിന്ന് തുടങ്ങുന്ന ഇടിയാണ് പിന്നെ അങ്ങോട്ട് ഇടിയോടിടി. സക്കാറ്റ 12 വർഷങ്ങൾക്ക് ശേഷം ആ ഒരു പഴയ ഫോമിലേക്ക് വന്നിരിക്കുകയാണ്. അതോടെ ഇനി ഒരിക്കലും വെറുതെ വിടത്തില്ല. അതേസമയം സക്കാറ്റ ജീവനോടുണ്ടെന്നുള്ള കാര്യം വെളിയിലുള്ള ആ ഒരു സെക്യൂരിറ്റിയോട് വിളിച്ച് പറയുന്നതും ആ ഒരു സെക്യൂരിറ്റി പെട്ടെന്ന് നമ്മുടെ ഇന്ത്യക്കാരനുണ്ടല്ലോ അവന് ഷൂട്ട് ചെയ്തവൻ കൊല്ലുന്നു. എന്നിട്ട് കാറിനകത്തേക്ക് ഷൂട്ട് ചെയ്യുന്നുണ്ട്. അക്കീരയും മരിച്ചോ ഇല്ലെന്ന് അറിയത്തില്ല. ഇവിടെ അകത്ത് കാണിക്കുമ്പോൾ നമ്മുടെ വില്ലനാണെങ്കിലോ അവിടെയുള്ള ഡ്രഗ്സ് എല്ലാം വലിച്ചു കയറ്റിയിട്ട് നമ്മുടെ സക്കാറ്റ അന്വേഷിച്ച് നടന്നു വരുന്നു. സക്കാറ്റ ആണെങ്കിൽ കാണിക്കുമ്പോൾ എല്ലാവരോടും ഫൈറ്റ് ചെയ്ത് അത് നമുക്ക് വിവരിക്കാൻ കഴിയത്തില്ല. ആ ഒരു രീതിയിലുള്ള ഫൈറ്റാണ്. അത് കഴിഞ്ഞ് ഒരു JCB കൊണ്ടുവന്ന് അതിന്റെ ആ ഒരു കോരിയിൽ അങ്ങനെ കോരിയെടുത്ത്
അത് കൊണ്ടുവന്നിട്ട് ഒരു ഫൈറ്റ് ഉണ്ട്. അതിൽ നിന്ന് രക്ഷപ്പെട്ട് താഴെ കിടക്കുന്ന ഒരു കത്തിയെടുത്ത ആ ഒരു JCB കാരന്റെ കഴുത്തിലേക്ക് ഒരു ഒറ്റയേറ് അവൻ അവിടെ വെച്ച് മരിച്ചു. അത് കഴിഞ്ഞ് ഈ ഒരു വെയിറ്റ് എല്ലാം തൂക്കുന്ന വണ്ടി ഉണ്ടല്ലോ, അത് കൊണ്ടുവന്നിട്ടും അതിനകത്ത് കിടന്ന് ഫൈറ്റ് ഉണ്ട്. അപ്പോഴും ഒരുപാട് പേരെ കൊല്ലുന്നുണ്ട്. അങ്ങനെ എല്ലാവരെയും വേറെ ലെവലിൽ നല്ലതുപോലെ ഫൈറ്റ് ചെയ്ത് ഓരോരുത്തരെയായിട്ട് കൊന്നുകൊന്ന് നേരെ മുകളിലേക്ക് ആ ഒരു വില്ലൻ ഇരിക്കുന്ന സ്ഥലത്തേക്ക് വരുമ്പോൾ അവിടെയാണ് ഒരു ടെസ്റ്റ്. ഇപ്പൊ ആ ഒരു വില്ലൻ ഈ ഒരു ബിൽഡിംഗ് വിട്ട് പുറത്തേക്ക് വന്ന് നിൽക്കാണ്. അപ്പോൾ സക്കാറ്റ ആയാലും മുകളിൽ നിൽക്കുന്നുണ്ട്. എന്നിട്ട് വില്ലൻ അവനെ നോക്കി ഇങ്ങനെ ചിരിക്കും. എന്നിട്ട് ആ ഒരു വില്ലൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് തന്റെ കയ്യിലുള്ള ഫോൺ എടുത്ത് എന്തോ ഇങ്ങനെ പ്രസ് ചെയ്യുന്നതും പെട്ടെന്ന് സക്കാറ്റ നിൽക്കുന്ന ഈ ഒരു ബിൽഡിംഗ് പെട്ടെന്ന് അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ്. അപ്പോഴേക്കും ആ ഒരു വില്ലൻ അവിടെ നിന്ന് ചിരിച്ചിട്ട് തന്റെ ആളുകളോട് വിളിച്ച് പറയുന്നുണ്ട്, സക്കാറ്റ മരിച്ചു, ഇനി അവൻ ഒരിക്കലും നമ്മളെ തേടി വരത്തില്ല എന്നെല്ലാം പറയുമ്പോൾ ആ ഒരു തീയുടെ ഇടയിൽ നിന്നും ഇറങ്ങി വരുന്നു സക്കാറ്റ. സക്കാറ്റ ഇറങ്ങി വരുന്നത് കണ്ടിട്ട് ആ ഒരു വില്ലൻ തോക്കെടുത്ത് സക്കാറ്റയെ ഷൂട്ട് ചെയ്യാനായിട്ട് വരുന്നതും പെട്ടെന്ന് എതിർവശത്ത് നിന്ന് ഒരു വണ്ടി നല്ല വേഗതയിൽ വന്ന് ഈ ഒരു വില്ലനെ ഒരു ഒറ്റയിടി. അത് വേറെ ആരുമല്ല, അക്കീരയായിരുന്നു. കാരണം അക്കീര ആ ഒരു കാറിൽ കിടക്കുമ്പോൾ അവനും വെടികൊണ്ടിരുന്നു. പക്ഷേ കാർ തുറക്കാനായിട്ട് വന്നപ്പോൾ ആ ഒരു തന്നെ അക്കീര ഷൂട്ട് ചെയ്ത് കൊല്ലുകയാണ് ചെയ്തത്. എന്നിട്ട് ഇപ്പോൾ ഈ ഒരു കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അവൻ മരിക്കാറായി. എന്നിട്ടാണ് സക്കാറ്റയോട് പറയുന്നത്, അന്ന് നിന്റെ കുടുംബം മരിക്കാനായിട്ട് കാരണം നിങ്ങളെ ഒറ്റിക്കൊടുത്തത് അത് ഞാനാണ്. ഇനിയെങ്കിലും അത് പറയാതിരിക്കാൻ എന്നെ കൊണ്ട് കഴിയത്തില്ല. അതുകൊണ്ട് നീ ഇനിയും അവരെ കൊല്ലാൻ പോകുമ്പോൾ ഒരുപാട് ശ്രദ്ധിക്കണം, അതേപോലെ തന്നെ എന്നോട് ക്ഷമിക്കണം എന്ന് പറയാനായിട്ട് വരുന്നതും അതിന് മുന്നേ തന്നെ താഴെ കിടന്ന ആ ഒരു തോക്കെടുത്ത് അക്കീരയെ സക്കാറ്റ ഷൂട്ട് ചെയ്തങ്ങ് കൊല്ലും. അത് കഴിഞ്ഞിട്ട് ആ ഒരു മുഖമുടിക്കാരന്റെ അടുത്തേക്ക് ചെന്ന് ഇപ്പൊ കാണിക്കുമ്പോൾ അവനെ ഒരിടത്ത് കെട്ടിയിട്ട് നല്ലതുപോലെ ഇടിക്കാണ്. എത്ര ഇടിച്ചിട്ടും അവൻ അങ്ങനെ ചിരിക്കുകയാണ്. എന്നിട്ട് പറയും, എനിക്കറിയാമായിരുന്നു നീ വരുമെന്ന്. നീ എത്ര വേണമെങ്കിലും എന്നെ ഇടിച്ചോ, ഒരു കുഴപ്പമില്ല. കാരണം എന്റെ ഈ ഒരു ശരീരവും എന്റെ ആത്മാവും എന്റെ മാസ്റ്ററിനെ ഞാൻ അർപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നീ എന്ത് ചെയ്തിട്ടും ഒരു കാര്യമില്ല എന്ന് പറഞ്ഞ് അവനിങ്ങനെ ചിരിക്കും. ആ ഒരു സമയത്താണ് ഇവരുടെ ആ ഒരു ലീഡർ ഉണ്ടല്ലോ, മെയിൻ വില്ലൻ, അവൻ ഇപ്പൊ ഇയാളെ വിളിക്കുന്നത്. അപ്പൊ ആ ഒരു ഫോൺ നമ്മുടെ സക്കാറ്റ എടുത്തിട്ട് കോൾ അങ്ങനെ എടുക്കുമ്പോഴത്തേക്കും ആ ഒരു നേതാവ് പറയും, സക്കാറ്റ എനിക്കറിയാം എന്റെ ആളെ നീ കൊണ്ടുപോയിട്ടുണ്ടെന്ന്. അപ്പൊ അടി കൊണ്ട് കിടക്കുന്ന അയാൾ പറയും, ഇല്ല ബോസ്, ഒരു കുഴപ്പമില്ല, ഞാൻ ഓക്കെ ആണെന്നല്ല ഇങ്ങനെ പറഞ്ഞ് ചിരിക്കുകയാണ്. ഓക്കെ, അതെനിക്കറിയാം നിനക്കൊരു കുഴപ്പമില്ലാന്ന്. പക്ഷെ സക്കാറ്റ നീ കേൾക്കേണ്ട ഒരു കാര്യമുണ്ട്. നീ ഇല്ലാതായതോടുകൂടി ഞങ്ങൾ ഈ ഒരു നഗരം ഭരിക്കാൻ തുടങ്ങി. അതുമല്ല, ഞങ്ങളുടെ പണം വെച്ചിട്ടാണ് ഈ ഒരു നഗരത്തിലെ ജനങ്ങള് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഒരു ലോകത്ത് ഞങ്ങളെപ്പോലെയുള്ള ആളുകളും ബിസിനസ്സുകാരന്മാരും വേണം. അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ജനങ്ങൾ ഒരിക്കലും ജീവിക്കാൻ കഴിയത്തില്ല. അതുമല്ല, ഒരു കാര്യം കൂടിയുണ്ട്. ഓ, ഒരു കാര്യം പറയാൻ മറന്നുപോയി. നിന്റെ മകള് അവൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന് പറയുന്നതും ഇവിടെയാണ് അടുത്ത ടെസ്റ്റ്. സക്കാറ്റയുടെ മകളുണ്ടല്ലോ റിയോ, അവൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അവളിപ്പോ അത്യാവശ്യം ടീനേജർ ആയിട്ടുള്ളൊരു പെൺകുട്ടിയായിട്ട് സ്കൂളിൽ പഠിക്കുകയാണ്. കാരണം അന്ന് ആ ഒരു പെൺകുട്ടി നിന്റെ മകൾ അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുമായിരുന്നു. അതുകൊണ്ട് എന്റെ ആളെ നീ വെറുതെ വിടണം. ഇല്ലാന്നുണ്ടെങ്കിലേ നല്ലതുപോലെ ജീവിക്കുന്ന നിന്റെ മകളിപ്പോ വേറെ ഒരു ശരീരം മാത്രമായിട്ട് മാറും. അങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിലേ ഇതെല്ലാം നിർത്തി നീ നിന്റെ കാര്യം നോക്കി ജീവിക്കാൻ നോക്ക് എന്ന് പറയുമ്പോൾ സക്കാറ്റയ്ക്ക് ഇപ്പോൾ എന്ത് ചെയ്യണമെന്നറിയത്തില്ല. ഇവിടെയാണ് നമുക്ക് മറ്റൊരു കാര്യം കൂടി മനസ്സിലാവുന്നത്. അത് നേരത്തെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇവരുടെ എല്ലാവരുടെയും മെയിൻ ആയിട്ടുള്ള ആ ഒരു നേതാവുണ്ടല്ലോ, പ്രധാന വില്ലൻ, അവൻ വേറെ ആരുമല്ല, ഈ ഒരു ഷിൻജോ നഗരത്തിന്റെ ആ ഒരു മേയറാണ്. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ ഈ ഒരു വില്ലനെ എന്തായാലും സക്കാറ്റോ വെറുതെ വിടുന്നില്ല. അവനെ കൊന്നിട്ട് ഇനിയിപ്പോ തന്റെ മകളെ എവിടെ പോയി കണ്ടുപിടിക്കും എന്നുള്ള രീതിയിൽ സക്കാറ്റ വെളിയിലേക്ക് വന്നിങ്ങനെ നിൽക്കാണ്. അടുത്ത ദിവസം കാണിക്കുമ്പോൾ ഈ ഒരു വില്ലനുണ്ടല്ലോ മേയർ, അവനായാലും ഈ ഒരു കാര്യം, ഈ നഗരത്തിൽ നടന്ന കൊലപാതകങ്ങള്, ഇതിനെല്ലാം കാരണം 12 വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ നിന്ന് ഇല്ലാതായി പോയെന്ന് നമ്മൾ വിശ്വസിച്ച സക്കാറ്റ എന്ന് പറഞ്ഞ ആ ഒരു ഡീമൻ അവൻ വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ന്യൂസിലൂടെ പറയുമ്പോൾ എല്ലാവരും ഈ ഒരു കാര്യം കാണുകയും ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ പലരും ഇത് കണ്ട് പേടിക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിപ്പോ സക്കാറ്റയുടെ മകളായിട്ടുള്ള റിയോ ഉണ്ടല്ലോ, അവളെ കാണിക്കുമ്പോൾ അവളിപ്പോ സ്കൂളിൽ പഠിക്കുകയാണ്. അവളെ വളർത്തുന്നത് വേറെ ആരുമല്ല, അവളുടെ അമ്മയെ ഷൂട്ട് ചെയ്ത് കൊല്ലുമല്ലോ ആ ഒരു ചെന്നായ മുഖമുടിക്കാരൻ. അവനാണെങ്കിൽ അത്രയും കാമഭ്രാന്തനായിട്ടുള്ള ഒരുത്തനാണ്. റിയോനെ കാണുമ്പോൾ തന്നെ അവന് പല വികാരങ്ങളും ഇങ്ങനെ തോന്നുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും സമയമായിട്ടില്ല, അതുകൊണ്ടാണ് അവൻ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോഴേക്കും റിയോ ആയാലും അവളുടെ അച്ഛനെന്ന് വിശ്വസിക്കുന്ന ഈ ഒരു ദുഷ്ടനെ ബായ് എല്ലാം പറഞ്ഞ് പെട്ടെന്ന് സ്കൂളിലേക്ക് പോകുന്നു. അങ്ങനെ അവള് വെളിയിലേക്ക് പോകുമ്പോൾ ആ ഒരു മേയർ ഇവനെ വിളിച്ചിട്ട്, സക്കാറ്റ ഇപ്പോഴും ഷിൻജോ നഗരത്തിൽ തന്നെയുണ്ട്. അതുമല്ല, അവനറിയാം അവളുടെ മകള് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന്. പക്ഷെ ഒരിക്കലും അവൻ അറിയത്തില്ലല്ലോ അവന്റെ മകളെ നിനക്ക് വളർത്താൻ തന്നത് നിന്റെ സന്തോഷത്തിന് വേണ്ടി മാത്രമാണെന്ന്. അങ്ങനെ ഈ ഒരു കാര്യം പറയുന്നതും ഇവിടെ റിയോനെ കാണിക്കുമ്പോൾ ഈ അമ്പും വില്ലും ചെയ്യുന്നത് പ്രാക്ടീസ് ചെയ്യാണ്. അത് അവൾ നല്ലതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യുന്നതായിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് സക്കാറ്റ അവൻ ഇപ്പോൾ ഒരു വയസ്സായിട്ടുള്ള റിട്ടയർ ആയിട്ടുള്ള ഒരു പോലീസുകാരനെ കാണാനായിട്ടാണ് പോകുന്നത്. കാരണം അയാളുടെ സഹായം ഇവർക്ക് ആവശ്യമാണ്. കാരണം 12 വർഷങ്ങൾക്ക് മുന്നേ സക്കാറ്റയുടെ കുടുംബത്തെ കൊല്ലാൻ ശ്രമിച്ചപ്പോൾ ആ ഒരു കേസ് നോക്കിയിരുന്നത് ഈ ഒരു പോലീസുകാരനാണ്. അതുമല്ല, ഇപ്പോൾ ഒരു ഫോട്ടോ എടുത്ത് കാണിച്ചിട്ട് സക്കാറ്റയോട് പറയുന്നുണ്ട്, ഈ ഒരാളെ നിങ്ങൾക്കറിയോ? നിങ്ങൾ ഇപ്പോൾ ആശുപത്രിയിൽ വെച്ച് കൊന്ന ആ ഒരു പോലീസുകാരനല്ലേ,
അയാളുടെ കീഴിലാണ് ഞാൻ ജോലി ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ അയാൾക്കറിയാം സക്കാറ്റയുടെ മകള് എവിടെയാണെന്ന്. അതുകൊണ്ട് തന്നെ ഈ ഒരാൾക്കറിയാം സക്കാറ്റയുടെ മകള് എവിടെയാണെന്നുള്ള കാര്യം. അതിപ്പോ സക്കാറ്റയോട് പറയുന്നതും അടുത്ത സീനിൽ തന്നെ കാണിക്കുമ്പോൾ സക്കാറ്റ നേരെ ആ ഒരു ബിൽഡിങ്ങിലേക്ക് ചെല്ലാണ്. അങ്ങനെ താഴെയുള്ള ഓരോരുത്തരെയായിട്ട് കൊന്നു മുകളിലേക്ക് പോകുന്നു. അങ്ങനെ എല്ലാവരെയും കൊന്നിട്ട് അവസാനം മുകളിലേക്ക് ചെല്ലുമ്പോൾ റിയോയ്ക്ക് അറിയത്തില്ല സക്കാറ്റ ഒരിക്കലും അവളുടെ അച്ഛനാണെന്ന്. കാരണം കുട്ടിക്കാലത്താണല്ലോ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവൾ ഏതോ കൊലയാളിയാണെന്ന് പറഞ്ഞിട്ട് ഓടിയൊരിടത്തേക്ക് വന്ന് ഒളിച്ചിരിക്കും. അങ്ങനെ സക്കാറ്റ ആയാലും നേരെ ആ ഒരു മുറിക്കകത്തേക്ക് കയറി അവിടെയുള്ള ചിത്രങ്ങൾ കാണുമ്പോഴത്തേക്കാണ് സക്കാറ്റയ്ക്ക് മനസ്സിലാവുന്നത് ഇത്രയും കാലം തന്റെ മകള് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെന്ന്. അതുമല്ല അവളെ വളർത്തിയതോ ആ ഒരു മുടിയാനുണ്ടല്ലോ, മറ്റേ കുറുക്കന്റെ മുഖമുടിയുള്ള ഒരുത്തൻ, അവനായിരുന്നു. അങ്ങനെ ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അവൻ പെട്ടെന്ന് അകത്തേക്ക് കയറി വരുന്നതും സക്കാറ്റ ഇപ്പോ അവനുമായിട്ട് ഫൈറ്റ് ചെയ്യും. അങ്ങനെ അവനാണെങ്കിലും സക്കാറ്റയോടൊപ്പം പിടിച്ചു നിൽക്കാനായിട്ട് കഴിയുന്നില്ല. അങ്ങനെ അവനോട് പാടിച്ചടിച്ച് അവസാനം അവനെ ഇടിച്ച് താഴേക്കിട്ട് അവനിപ്പോ തോക്കെടുത്ത് അത് ലോഡ് ചെയ്യാണ്. ആ ഒരു സമയത്ത് സക്കാറ്റോ എഴുന്നേറ്റ് നോക്കുമ്പോൾ അവന്റെ മകളായിട്ടുള്ള റിയോനെ കാണുന്നു. ഇപ്പൊ റിയയ്ക്ക് അറിയത്തില്ല അവളുടെ അച്ഛനാണെന്ന്. അതുകൊണ്ട് തന്നെ അവൾ അമ്പും വില്ലും വെച്ചിട്ട് അവനെ ചെയ്യാനായിട്ട് ഇങ്ങനെ നിൽക്കാണ്. കാരണം അവളെ വളർത്തി അവളുടെ രണ്ടാനച്ഛനെ അവൾക്ക് സംരക്ഷിക്കണം. പക്ഷെ രണ്ടാനച്ഛനാണ് യഥാർത്ഥ വില്ലനെന്നും അവൾക്ക് അറിയത്തില്ല. അവള് പെട്ടെന്ന് സക്കാറ്റയെ അമ്പ് ചെയ്യുന്നതും ആ ഒരു മുടിയൻ ഓടിക്കൊണ്ടുവന്ന് സക്കാറ്റയെ ഇടിച്ച് താഴേക്കൊരു ഒറ്റയേറ് താഴെ വീണ് എല്ലാവരും താഴേക്ക് നോക്കുമ്പോൾ സക്കാറ്റയെ സഹായിക്കുന്ന ആ ഒരു പോലീസുകാരൻ സക്കാറ്റയെ തന്റെ കാറിൽ അവിടെ നിന്ന് കൊണ്ടുപോവാണ്. പോകുന്ന വഴിക്കെല്ലാം സക്കാറ്റയുടെ ചിന്ത റിയോയെ പറ്റി മാത്രമാണ്. അതുമല്ല ഒരു പോലീസുകാരൻ പറയുന്നുണ്ട് നമുക്ക് എന്തായാലും ആശുപത്രിയിലേക്ക് ചെല്ലാൻ കഴിയത്തില്ല എന്നും പറഞ്ഞിട്ട് ഈ ഒരു കാറ് മറ്റൊരിടത്തേക്ക് കൊണ്ടിട്ട് അവിടെ വെച്ച് തന്നെ ഈ ഒരു അമ്പ് സക്കാറ്റയുടെ ദേഹത്ത് നിന്ന് വലിച്ചൂരി അത് കഴിഞ്ഞ് മരുന്നെല്ലാം വെച്ചിട്ട് നല്ലതുപോലെ ആ ഒരു മുറിവും കിട്ടുന്നു. അങ്ങനെ മരുന്നെല്ലാം വെച്ച് കെട്ടി നിൽക്കുന്ന സമയത്താണ് ആ ഒരു പോലീസുകാരനെ ഇപ്പോൾ ആ ഒരു മേയർ വിളിക്കുന്നത്. എന്നിട്ട് സക്കാറ്റയ്ക്ക് ഫോൺ കൊടുക്കാൻ പറയും. എന്നിട്ടാണ് നമ്മുടെ സക്കാറ്റയോട് പറയുന്നത് നിനക്കിപ്പോൾ നിന്റെ മകളെ ജീവനോടെ വേണമെന്നുണ്ടെങ്കിൽ ഇനിയുള്ള കാലം നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഈ ഒരു സ്ഥലത്തേക്ക് നീ വരണം എന്നും പറഞ്ഞ് റിയോനെ ആ ഒരു ബിൽഡിങ്ങിൽ നിന്നും മറ്റൊരിടത്തേക്ക് കൊണ്ടുപോവാണ്. എന്നിട്ട് ആ ഒരു മേയർ ആയാലും സക്കാറ്റയോട് ഒരു സ്ഥലം വരെ വരാൻ പറയും. അങ്ങനെ സക്കാറ്റോ എന്താ ചെയ്യുന്ന സ്ഥലത്ത് കേട്ടതും ആ ഒരു കാറും എടുത്ത് ഈ ഒരു പോലീസുകാരനെ വിളിച്ച് നേരെ ഒരു പഴയ ഗോഡൌണിലേക്ക് വരും. ഇത് വേറെ ഒരു സ്ഥലമല്ല, സക്കാറ്റോ ആ ഒരു ഹിറ്റ്മാൻ ആയിട്ടിരുന്ന സമയത്ത് അവനുണ്ടായിരുന്ന ആ ഒരു ഗോഡൌൺ ആണ്. അതിനകത്തേക്ക് കയറുന്നതും നോക്കുമ്പോൾ അവന്റെ ആ ഒരു കാർ അവിടെ കിടപ്പുണ്ട്. അതേപോലെ തന്നെ അവിടുത്തെ ലൈറ്റ് എല്ലാം ഇട്ടിട്ട് പെട്ടെന്ന് അവൻ ഉപയോഗിക്കുന്ന ആ ഒരു മെയിൻ വാളുണ്ടല്ലോ അതിങ്ങനെ എടുക്കുന്നതും ഇനിയിപ്പോ എന്തായാലും ഒരുത്തനെ വെറുതെ വിടാൻ പോകുന്നില്ല എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ആ ഒരു വാളും എടുത്ത് അതേപോലെ തന്നെ അവന്റെ ഒരു ജാക്കറ്റ് ഉണ്ട്. ആ ഒരു ജാക്കറ്റും തന്റെ ആ ഒരു കാറും എടുത്ത് പഴയ ആ ഒരു എനർജിയിൽ തന്നെ തന്റെ മകളെ രക്ഷിക്കാൻ വേണ്ടി ആ ഒരു മേയറിന്റെ അടുത്തേക്ക് പോവാണ്. ഇവിടെയാണെങ്കിലോ ഇവരെല്ലാവരും സക്കാറ്റയെ കൊല്ലാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് ഒരു വലിയ ബിൽഡിംഗ് ആണ്. അതിന് ചുറ്റിനും ഒരുപാട് പേരെ നിർത്തി എല്ലാവരും അതിനുള്ളിലിരിക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ സക്കാറ്റോ അവിടേക്ക് വന്നിട്ട് താഴെയുള്ള ഓരോരുത്തരെയായിട്ട് കൊന്നു മുകളിലേക്ക് വരികയാണ്. ഇത്തവണ തന്റെ വാൾ ഉപയോഗിച്ചിട്ടാണ് എല്ലാവരെയും കൊല്ലുന്നത്. അതുമല്ല ആ ഒരു വാളിൽ ഒരു കയറ് കിട്ടിയിട്ടുണ്ട്. ആരുടെയും ദേഹത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് അത് അതേപോലെ തിരിച്ച് വലിച്ചു പിടിച്ച് കയ്യിൽ വെക്കും. ആ ഒരു രീതിയിലാണ് ആ ഒരു വാള് ചെയ്തിട്ടുള്ളത്. അങ്ങനെ താഴെയുള്ള ഒരുപാട് പേരെയും കൊന്നതിന് ശേഷം അത് കഴിഞ്ഞ് ഈ ഒരു പടിക്കെട്ട് വഴി മുകളിലേക്ക് കയറാണ്. അവിടെയും ഒരുപാട് പേരുണ്ട്. ഇതുപോലൊരു സീൻ ഇപ്പൊ ഈ ഒരു ഫൈറ്റിംഗ് സീന് പോലെ നമ്മൾ മാർക്കോയിൽ ഒരു ഫൈറ്റിംഗ് സീൻ കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ജോൺ വിക്കിൽ കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഇവിടെയും എടുത്തു വെച്ചിട്ടുള്ളത്. ഇപ്പൊ അവിടെയുള്ളവരെല്ലാവരെയും കൊന്ന് ആകെ ക്ഷീണിച്ച് മുകളിലേക്ക് ചെല്ലുമ്പോൾ ആ ഒരു കുറുക്കന്റെ മുഖംമൂടിയുള്ളവൻ വന്ന് സക്കാറ്റയെ ഇടിക്കാൻ തുടങ്ങും. ഇവനാണ് നമ്മുടെ സക്കാറ്റയുടെ മകളായിട്ടുള്ള റിയോനെ ഇത്രയും കാലം വളർത്തിയത്. എന്നിട്ട് ഇവൻ വന്ന് പറയുന്നതാണ് ചില ഈ ഒരു കാമഭ്രാന്തൻ എന്റെ അടുത്ത് നിന്ന് അവളെ കൊണ്ടുപോകാനാണോ നീ ശ്രമിക്കുന്നത്? അവളെ ഇതുവരെ ഞാനൊന്ന് നല്ലതുപോലെ അനുഭവിച്ചിട്ട് പോലുമില്ല എന്നെല്ലാം പറഞ്ഞിട്ട് സക്കാറ്റയെ ഇടിക്കും. ഇതെല്ലാം കേട്ട സക്കാറ്റോ വെറുതെ ഇരിക്കോ? ഫൈറ്റ് ചെയ്ത് ആ ഒരു വാള് വെച്ച് അവന്റെ തോളിലേക്ക് ഒരു ഒറ്റ വെട്ട്. അവനാണെങ്കിലോ തന്റെ കയ്യിലുള്ളൊരു കത്തിയെടുത്ത് സക്കാറ്റയുടെ മുഖത്തേക്ക് ഇങ്ങനെ കീറുന്നുണ്ട്. എന്നിരുന്നാലും അത് പിടിച്ചു വെച്ച് അവനെ കൊല്ലാൻ ശ്രമിക്കുമ്പോൾ അവൻ അപ്പോഴും പറയുന്നുണ്ട് അവൾ എന്റേതാണെന്ന് പറഞ്ഞിട്ട്. അപ്പോഴേക്ക് സക്കാറ്റോ എന്താ ചെയ്യുന്ന വെച്ചാൽ ആ ഒരു കത്തി അങ്ങനെ തിരിച്ചു പിടിച്ച് അവന്റെ കണ്ണിലേക്ക് കുത്തിയങ്ങിറക്കും. എന്നിട്ട് നടന്നു പോകുന്ന അവന്റെ തലയിലേക്ക് വാള് വെച്ചൊരു ഒറ്റ അടി അവന്റെ ബോധം പോയി താഴെ വീഴും. അത് കഴിഞ്ഞ് ലിഫ്റ്റിലൂടെ കയറുമ്പോൾ ഒരുപാട് പേര് അവിടെയും വരുന്നുണ്ട്. അവരെല്ലാവരെയും കൊന്ന് അത് കഴിഞ്ഞ് ആ ഒരു ലിഫ്റ്റ് മുകളിലേക്ക് ചെല്ലുമ്പോൾ അവൻ നേരെ റിയോ ഉള്ള ആ ഒരു മുറിക്കകത്തേക്ക് കയറി ചെല്ലാണ്. റിയോനെ കാണുന്നതും പെട്ടെന്ന് പറയും റിയോ നിനക്കെന്നെ ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൾ ഇല്ല എന്ന് പറയും. ഞാനാണ് നിന്റെ അച്ഛനാണെന്ന് ഇങ്ങനെ പറയുന്നതും പെട്ടെന്ന് സൈഡിലൂടെ വന്ന് ഒരുത്തനൊരു ഒറ്റയിടി സക്കാറ്റയുടെ ബോധം പോയി. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ സക്കാറ്റയെ ആ ഒരു മേയറിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ടാണ് റിയോനെ അവിടെ ഇരുത്തിയിട്ടുണ്ട്. എന്നിട്ടാണ് ആ ഒരു മേയർ അവന്റെ കയ്യിലുള്ളൊരു വാളുണ്ട് അതും കയ്യിൽ പിടിച്ച് റിയോയുടെ അടുത്തേക്ക് വന്നിട്ട് പറയും നിനക്ക് ഇയാൾ ഓർമ്മയുണ്ടോ? 12 വർഷങ്ങൾക്ക് മുന്നേ ഷിൻജോ നഗരം വിറപ്പിച്ച ഒരു ഡീമനെ പറ്റി നിങ്ങളുടെ സ്കൂളിൽ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൾ ഇല്ലാന്ന് പറയും. ഇത്രയും വലിയ അറിയപ്പെടുന്ന ഒരാളെ നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ലെന്നോ? ഓക്കെ ശരി, അങ്ങനെയുള്ളൊരു ഡീമനാണ് ഇവൻ. പക്ഷെ ഞാൻ ഒരിക്കലും ഇതുപോലൊരു ഡീമനെ കണ്ടിട്ടില്ല എന്നെല്ലാം പറഞ്ഞിട്ട്
ഇപ്പൊ റിയോയെ കൊല്ലാൻ വേണ്ടി ആ ഒരു വാളെടുത്ത് അവളുടെ കഴുത്തിലേക്ക് വെക്കുകയാണ്. അപ്പോൾ 12 വർഷങ്ങൾക്ക് മുന്നേയും ഇതേ ഒരവസ്ഥ തന്നെയാണ് ഹീറോയ്ക്ക് സംഭവിച്ചിരുന്നത്. അന്നും റിയോയുടെ തലയിലേക്ക് തോക്ക് ചൂണ്ടിയാണ് അവർ നിന്നത്. ഇന്നിപ്പോ അവളെ കൊല്ലാനായിട്ട് വീണ്ടും അതുപോലെ തന്നെ. അപ്പോൾ റിയോയ്ക്കും ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി, ഈ മുന്നിലിരിക്കുന്നത് തന്റെ അച്ഛനാണെന്ന്. ആ ഒരു സമയത്ത് ഈ ഒരു മേയർ പെട്ടെന്ന് വാളിങ്ങനെ വീശുന്നതും അവിടേക്ക് ആ ഒരു പോലീസുകാരൻ തന്റെ കയ്യിലൂടെ തോക്കും എടുത്ത് അകത്തേക്ക് വന്ന് അവിടെയുള്ള എല്ലാവരെയും ഷൂട്ട് ചെയ്ത് ഇങ്ങനെ കൊല്ലുകയാണ്. അപ്പൊ ആ ഒരു മേയർ ആണെങ്കിലോ പെട്ടെന്ന് വേറൊരുത്തനെ പിടിച്ച് മുന്നിലേക്ക് വെച്ചിട്ട് ആ ഒരു മേയർ ഒരു വിധത്തിൽ രക്ഷപ്പെടും. അപ്പോഴാണ് സക്കാറ്റോ പറയുന്നത്, റിയോ അവിടെ നിന്ന് ഓടുന്നിങ്ങനെ പറയുമ്പോൾ കുട്ടിക്കാലത്ത് അവളോട് പറയുമല്ലോ ഇതേപോലെ ഓടാനായിട്ട്. ആ ഒരു കാര്യം അവൾക്ക് ഓർമ്മ വരുന്നു. അങ്ങനെ റിയോ ആയാലും അവിടെ നിന്ന് ഇങ്ങനെ ഓടുന്നതും പുറകിലൊരുത്തും വരുന്നുണ്ട്. സക്കാറ്റോ പെട്ടെന്ന് അവനെ വന്ന് തടഞ്ഞ് അവിടെയുള്ള ഓരോരുത്തരായിട്ട് കൊല്ലാൻ തുടങ്ങും. ആ ഒരു സമയത്ത് ചുവന്ന മുഖംമൂടിക്കാരനുണ്ടല്ലോ, അവൻ വന്ന് സക്കാറ്റയോട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവനോടൊപ്പം ഫൈറ്റ് ചെയ്ത് നിൽക്കാനായിട്ട് സക്കാറ്റയെ കൊണ്ട് കഴിയുന്നില്ല. കാരണം ഇത്രയും പേരെ താഴെ നിന്ന് അടിച്ചിട്ടാണല്ലോ മുകളിലേക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ലതുപോലെ ക്ഷീണിച്ചു പോയി. അങ്ങനെ ആ ഒരു ചുവന്ന മുഖംമൂടിക്കാരനുമായിട്ട് ഫൈറ്റ് ചെയ്ത് അവസാനം തന്റെ കയ്യിലുള്ള വാള് വെച്ച് അവന്റെ വയറിലേക്ക് ഒരു ഒറ്റ വിട്ട് അത് കഴിഞ്ഞ് അവനെ തൂക്കിയെടുത്തൊരു ഒറ്റയേറ്. എന്നിട്ട് സക്കാറ്റോ അവിടെ ഇങ്ങനെ കിടക്കാണ് ക്ഷീണിച്ച്. ഈ ചുവന്ന മുഖംമൂടിക്കാരനായാലും മരിക്കാറായിട്ടുള്ള അവസ്ഥയിൽ കിടക്കുന്നു. അപ്പോഴേക്കാണ് അവിടെ ആ ഒരു മേയർ വന്ന് അവന്റെ അടുത്തേക്ക് ഇരുന്നിട്ട് അവന്റെ മുഖംമൂടി മാറ്റി ഇങ്ങനെ നോക്കുമ്പോൾ അവന്റെ ഒരു ഭാഗം ഇങ്ങനെ പൊള്ളി അവസ്ഥയിലാണ് ഇരിക്കുന്നത്. ഇവിടെയാണ് ഇവർക്ക് രണ്ടുപേർക്കും ചെറിയൊരു സ്റ്റോറി ഉണ്ട്. കുട്ടിക്കാലത്ത് നമ്മുടെ മേയർ ഇതുപോലെ ആയുധ പരിശീലനം നേടാൻ വേണ്ടി ഒരു വയസ്സായിട്ടുള്ള ഒരാളോടൊപ്പം ഇങ്ങനെ ചെല്ലും. അവിടെ വെച്ചിട്ടാണ് ഈ ഒരു ചെറിയ പയ്യനെ നമ്മുടെ മേയർ പരിചയപ്പെടുന്നത്. അന്ന് അവന്റെ മുഖത്ത് ഇതേപോലെ ഒരു പാടുണ്ടായിരുന്നു. അവിടെ വെച്ച് ഇവർ രണ്ടുപേരും കൂട്ടുകാരായിട്ട് അവസാനം അവരുടെ ഗുരുവിനെ തന്നെ കൊന്ന്, അതും കുട്ടിക്കാലത്ത്. അത് കഴിഞ്ഞാണ് ഇവൻ ഈ ഒരു മേയറിനോടൊപ്പം ചേർന്ന് ഇത്രയും കാലം ഇവര് രണ്ടുപേരും ഒരുമിച്ചായിരുന്നു. ഇപ്പൊ തന്റെ ആ ഒരു കൂട്ടുകാരൻ മരിച്ചിട്ടും മേയറിന് അത് വലിയ വിഷമമൊന്നുമില്ല, ചെറിയ രീതിയിൽ മുഖത്ത് കാണിക്കുന്നുണ്ട്. എന്നിട്ട് അവനെ തള്ളി ദൂരേക്ക് കളഞ്ഞ് വീണ്ടും നമ്മുടെ സക്കാറ്റയോട് ഫൈറ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ വരും. അപ്പോൾ സക്കാറ്റോ ഇത്രയും ക്ഷീണിച്ചു പോയി. എന്നിരുന്നാലും മേയറിനെ കൊല്ലാതിരിക്കാൻ കഴിയത്തില്ലല്ലോ, കാരണം മെയിൻ വില്ല ഇവനാണ്. മേയർ ആണെങ്കിലും തന്റെ വാൾ ഉപയോഗിച്ചിട്ട് സക്കാറ്റയോ നല്ല രീതിയിൽ വെട്ടുന്നുണ്ട്. അതേസമയം റിയോയും കൂട്ടി ആ ഒരു പോലീസുകാരൻ തിരിച്ച് താഴേക്ക് ഇറങ്ങി പോവാണ്. പോകുന്ന വഴിക്ക് ഒരുപാട് പേര് മരിച്ചു കിടക്കുന്നു. ഇവരെല്ലാവരെയും നിന്റെ അച്ഛൻ കൊന്നതാണെന്നെല്ലാം പറഞ്ഞു പോകുമ്പോൾ അവൾ പെട്ടെന്ന് അവിടെ നിന്നിട്ട് അവളുടെ അച്ഛൻ്റെ അടുത്തേക്ക് പോകുന്നുള്ള രീതിയിൽ തിരിഞ്ഞു നിൽക്കുമ്പോൾ അയാൾ പറയും, ഓക്കെ അങ്ങനെയാണെങ്കിൽ നീ പോയിക്കോ, നിനക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ പറയുമ്പോൾ റിയോ പെട്ടെന്ന് തിരിച്ചു വരികയാണ്. ആ ഒരു സമയത്ത് ഇവിടെ രണ്ടുപേരും ഫൈറ്റ് ചെയ്യുന്നു. ഒരുപാട് നേരം ഫൈറ്റ് ചെയ്യുന്നുണ്ട്. സക്കാറ്റോ ക്ഷീണിച്ചത് കൊണ്ട് തന്നെ അവന്റെ കയ്യിലുള്ള ആ ഒരു വാൾ ഉപയോഗിച്ച് മേയറിനോടൊപ്പം പിടിച്ചു നിൽക്കാനായിട്ട് കഴിയുന്നില്ല. അങ്ങനെ ഒരു അവസരത്തിൽ ആ ഒരു മേയർ സക്കാറ്റയുടെ ഒരു കൈ അങ്ങ് വെട്ടിയങ്ങ് മാറ്റും. അത് കഴിഞ്ഞ് താഴേക്ക് കിടക്കുന്ന സക്കാറ്റയുടെ അടുത്തേക്ക് വന്ന് അവന്റെ കഴുത്തിലേക്ക് വാള് വെച്ച് അവനെ കൊല്ലാനായിട്ട് വരുമ്പോൾ ആ ഒരു മേയറിനെ ഒരു ഒറ്റയിടി തെറിച്ചങ്ങ് പോവും. അത് കഴിഞ്ഞ് എഴുന്നേറ്റ് വരുമ്പോൾ മേയർ അവിടെ ഇങ്ങനെ സമാധാനമായിട്ട് ഇരിക്കുകയാണ്. സക്കാറ്റ അടുത്തേക്ക് വന്ന് വെട്ടാൻ ശ്രമിക്കുമ്പോൾ ഇവൻ ആ ഒരു സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകും. അങ്ങനെ സക്കാറ്റ പുറകെ പോകുന്ന സമയത്ത് ആ ഒരു വാളുകൊണ്ട് സക്കാറ്റയുടെ വയറിലേക്ക് ഒരു ഒറ്റ കുത്ത്. സത്യം പറയാലോ, ഇത്രയും വെട്ടുകൊണ്ടിട്ടും ഇതിനു മുന്നേ തന്നെ മരിക്കേണ്ടതാണ്. പിന്നെ സിനിമയായിപ്പോയി, നമുക്ക് അതൊന്നും പറയാൻ കഴിയത്തില്ല. എന്നിട്ട് ആ ഒരു സമയത്ത് തന്നെ സക്കാറ്റോ പെട്ടെന്ന് അവന്റെ കഴുത്തിലേക്ക് ഒരു ഒറ്റ വെട്ടുന്നുണ്ട്. ഈ ഒരു വെട്ടുകൊള്ളുന്നതും സക്കാറ്റയെ ചവിട്ടിക്കളഞ്ഞ് മേയർ അവന്റെ മുഖം മൂടി എടുത്ത് ഇങ്ങനെ മാറ്റും. എന്നിട്ട് ഓടി വന്ന് രണ്ടുപേരും കഴുത്തിലേക്ക് നോക്കി ഒരു ഒറ്റ വെട്ട്. അങ്ങനെ വെട്ടിയിട്ട് നിൽക്കുമ്പോൾ ഈ ഒരു മേയർ വാള് വെച്ചിട്ട് വീണ്ടും സക്കാറ്റയുടെ വയറിലേക്ക് അടുത്തൊരു കുത്ത്. എന്നിട്ടും വീണില്ല. അങ്ങനെ കുത്തിയിരുന്ന് മേയറിന്റെ കഴുത്തിലേക്കുള്ള ആ ഒരു വെട്ടുണ്ടല്ലോ, അത് പതിയെ ഇങ്ങനെ നോക്കി ചിരിച്ചിട്ട് ഒരൊറ്റ തള്ള്. എന്നിട്ട് തിരിഞ്ഞു നിന്ന് മേയറിന്റെ തലയിലേക്ക് ഒരു ഒറ്റ വെട്ട്. അതോടെ മേയറിന്റെ കഥ അവസാനിച്ചു. എന്നിട്ട് എഴുന്നേറ്റ് നിൽക്കുമ്പോഴത്തേക്കാണ് അവിടേക്ക് റിയോ കയറി വരുന്നത്. അങ്ങനെ പതിയെ താഴേക്കിറങ്ങി വരുന്നതും റിയോ അടുത്തേക്ക് വന്ന് അവളുടെ അച്ഛനാണെന്ന് മനസ്സിലായി. ആ ഒരു സമയത്ത് നമ്മുടെ സക്കാറ്റയെ ഒരുത്തം വന്ന് ഷൂട്ട് ചെയ്യുന്നത് വേറെ ആരുമല്ല, ആ ഒരു കുറുക്കന്റെ മുഖംമൂടിയുള്ളവൻ. അവനിങ്ങനെ കരഞ്ഞുകൊണ്ട് തിരിച്ചു വന്നിട്ട് എനിക്ക് അവളെ വേണമെന്നെല്ലാം പറഞ്ഞു വരുമ്പോ റിയോ പറയും, നീ എന്നെ പറ്റിച്ചു, ഇത്രയും കാലം എന്നെ പറ്റിക്കുമായിരുന്നെന്ന് പറയുന്നതും പുറകിലൂടെ നമ്മുടെ സക്കാറ്റോ എഴുന്നേറ്റ് അവനൊരു ഒറ്റ വെട്ട്. അവൻ ഇപ്പോഴാണ് പൂർണ്ണമായിട്ടും മരിച്ചത്. ഓടി വന്ന് സക്കാറ്റയെ കെട്ടിപ്പിടിക്കുമ്പോഴത്തേക്കും അവനും അത്രയും സന്തോഷമായി. തന്റെ മകള് തന്നെ തിരിച്ചറിഞ്ഞെന്നുള്ള കാര്യം അവനും മനസ്സിലായതുകൊണ്ട് രണ്ടുപേരും അങ്ങനെ നിന്ന് കരയാണ്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, അച്ഛാ പ്ലീസ് ഒരിക്കലും പോവരുതെന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും ഇനിയിപ്പോ എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല. സക്കാറ്റോ മരിക്കാറായി. അപ്പോൾ സക്കാറ്റോ പറയുന്നുണ്ട്, നിന്റെ അമ്മയെ രക്ഷിക്കാനായിട്ട് എനിക്ക് കഴിഞ്ഞില്ല, പക്ഷേ നിന്നെയെങ്കിലും രക്ഷിക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, അതെന്തായാലും കഴിഞ്ഞു. അങ്ങനെ കുട്ടിയായിരുന്ന റിയോയെ പറ്റിയും സക്കാറ്റോ ഒരുപാട് നേരം ഇങ്ങനെ ആലോചിച്ച് നോക്കിയിട്ട് അവിടെ വെച്ച് തന്നെ അവൻ മരിക്കുകയാണ്. അങ്ങനെ ആ ഒരു സംഭവം എല്ലാം കഴിഞ്ഞ് ഇവിടേക്ക് പോലീസുകാരെല്ലാം വന്നിട്ട് എല്ലാവരുടെ ശരീരം ഇവിടെ നിന്ന് എടുത്തോണ്ട് പോവാണ്. റിയോനായാലും വെളിയിലേക്ക് കൊണ്ടുവന്നു. ആ ഒരു സമയത്താണ് ഒരു ആംബുലൻസിലേക്ക് ആ ഒരു മേയറിന്റെ ശരീരം കൊണ്ടിങ്ങനെ കിടത്തും. പക്ഷെ പിന്നീട് അപ്പോഴേയും കാണിക്കുമ്പോൾ ആ ഒരു മേയറിന്റെ കണ്ണനങ്ങുന്നുണ്ട്. അവൻ മരിച്ചിട്ടില്ല. കുറച്ചു കഴിഞ്ഞിട്ട് ആ ഒരു ആംബുലൻസിലേക്ക് ഒരാൾ വന്നിങ്ങനെ നോക്കുമ്പോൾ മേയറിന്റെ ശരീരം അവിടെ കാണുന്നില്ല. മേയർ എങ്ങനെയോ രക്ഷപ്പെട്ടു പോയി. ഇപ്പൊ ഒരു വർഷത്തിന് ശേഷം കാണിക്കുമ്പോൾ നമ്മുടെ മേയർ
ഇപ്പോഴും മേയറായിട്ട് തന്നെയാണ് തുടരുന്നത്. അവൻ ചെയ്ത കാര്യങ്ങൾ എന്താണെന്ന് ആരും മനസ്സിലാക്കിയില്ല. അവനെ കൊല്ലാൻ വേണ്ടി ഏതോ പഴയ കുറ്റവാളി വന്നു, അത്ര മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവൻ ഇപ്പോഴും മേയർ തന്നെയാണ്. എന്നിട്ട് അവൻ ആ ഒരു പഴയ മുഖംമൂടി ഉണ്ടല്ലോ, അത് കാടിനുള്ളിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു വർഷം കഴിഞ്ഞ് കാണിക്കുമ്പോൾ അങ്ങനെ ആ ഒരു ബിൽഡിങ്ങിനകത്തേക്ക് കയറി ചെന്ന് തന്റെ ആ ഒരു മുഖംമൂടി എടുത്തു വെച്ച് ഇപ്പൊ ആ ഒരു വാളും എടുത്തു വെച്ച് അവൻ വീണ്ടും ആ ഒരു വില്ലനായിട്ട് മാറുകയാണ്. എന്നിട്ട് നേരെ വെളിയിലേക്ക് വന്ന് ആ ഒരു ചടങ്ങെന്നുള്ള രീതിയിൽ ഈ ആയുധം വെച്ചിട്ട് ഒരുപാട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കാണ് എന്തോ ഒന്ന് കണ്ട് അവൻ നോക്കി നിൽക്കുന്നതും ഇപ്പുറത്തെ സൈഡിൽ നിൽക്കുന്നത് റിയോ ആണ്. അങ്ങനെ അവളുടെ കയ്യിലുള്ള ആ ഒരു അമ്പുണ്ടല്ലോ ഈ ഒരു മേയറിന്റെ കഴുത്തിലേക്ക് വിട്ടുകൊടുക്കും. അത് കഴിഞ്ഞ് ഒരു 2 അമ്പും കൂടി മേയറിന്റെ ദേഹത്തേക്ക് ഇങ്ങനെ വിട്ടുകൊടുക്കുന്നതും മേയർ അവിടെ മുട്ടുകുത്തിയിരുന്ന് അവിടെ വെച്ച് തന്നെ മരിക്കാണ്. കാരണം തന്റെ അച്ഛന്റെ ആ ഒരു പ്രതികാരം തീർക്കാൻ വേണ്ടി റിയോ ആ ഒരു മേയറിനെ കൊന്നു. അത് കഴിഞ്ഞിട്ട് റിയോ അവളുടെ അച്ഛന്റെ ആ ഒരു കാർ എടുത്തുകൊണ്ട് പോകുന്നതും ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കാണ്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ അഭിപ്രായം? എന്തായാലും തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരയ്ക്കും ബൈ.